ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എപ്പോഴും ഇതാ പറ്റുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. അഞ്ചാമത്തേത്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. നീ ആരെങ്കിലും അതിന്റെ മീനിങ്ങും ട്രാൻസ്ലേഷനും വായിക്കാമോ? ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വായിക്കാം. ഹരേ കൃഷ്ണ. അർത്ഥം: ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും നരപുംഗവനായ ശൈബ്യനും. ദൃഷ്ടകേതു ശ്രീലപ്രഭാത് കി ജയ്. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിധരായിട്ടുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ ഇത് ആര് പറയുന്നതാണ് ഈ വേഴ്സ്? ദുര്യോധനൻ. ആരോട്? ആരോടാണ് പറയുന്നേ? ദ്രോണാചാര്യരോട് പറയാണ് ഈ വേഴ്സ്. അപ്പം മൂന്നാമത്തെ വേഴ്സ് തൊട്ട് എന്താണ് ചെയ്യുന്നത്? ഈ പാണ്ഡവരുടെ സൈന്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാണ്, അല്ലെ? അപ്പൊ ആരൊക്കെയുണ്ട് പാണ്ഡവരുടെ സൈന്യത്തിൽ നിന്ന് പറയാണ്. അപ്പൊ ഇവിടെ പറയാണ് ദൃഷ്ടകേതു ഉണ്ട് എന്ന് പറയുന്നു. ആരാണ് ദൃഷ്ടകേതു എന്ന് നോക്കാം. ദൃഷ്ടകേതു എന്ന് പറയുന്നത് ഈ ശിശുപാലന്റെ മകനാണ്. ശിശുപാലൻ ആരെന്നറിയാമോ? ക്ഷേതിയിലെ രാജാവാണ് ശിശുപാലൻ. ശിശുപാലനെ കൃഷ്ണൻ കൊല്ലും. യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ വെച്ച് കൊല്ലും ശിശുപാലനെ. അത് നമുക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞ ആ കഥ. ഇപ്പൊ ദുര്യോധനൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ യോദ്ധാക്കളെയും, നല്ല കീർത്തി ഉള്ള യോദ്ധാക്കളെ എല്ലാം, പാണ്ഡവരുടെ സൈന്യത്തിലുള്ള യോദ്ധാക്കളെ എല്ലാം പ്രകീർത്തിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവിടെ എവിടെ നിന്നാ പറയുന്ന? ദുര്യോധനന്റെ തന്നെ സൈന്യങ്ങളുടെ ഇടയിലിരുന്നാണ് ഇത് പറയുന്നത്. അല്ലാതെ ദ്രോണാചാര്യരുടെ അടുക്ക സ്വകാര്യമായിട്ട് പറയല്ല. എല്ലാവരും കേൾക്കുകയാണ്. ദുര്യോധനന്റെ സൈഡിലുള്ള എല്ലാ യോദ്ധാക്കളും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം എതിർ ഭാഗത്തുള്ള സൈന്യരെ കുറിച്ച് നല്ലത് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുമോ? അത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. നമ്മൾ സൂക്ഷിക്കണം, ഇങ്ങനത്തെ നല്ല മിടുക്കരായ യോദ്ധാക്കളൊക്കെ അപ്പുറത്തുണ്ട്. നമ്മൾ നേരത്തെ വിചാരിച്ചു അവരെ വേഗം തോൽപ്പിക്കാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവരുടെ കയ്യിലും കുറെ നല്ല മിടുക്കരായ യോദ്ധാക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് അപ്പുറത്തെ സൈഡിലെ യോദ്ധാക്കളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്. ദ്രോണാചാര്യരുടെ അടുക്കാണ് പറയുന്നത്. ദ്രോണാചാര്യർക്ക് ഇത് അറിയാതെ ആണോ? ദ്രോണാചാര്യരാണ് ഇവരെ എല്ലാരെയും പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിലെ മിക്ക യോദ്ധാക്കളെയും പഠിപ്പിച്ചു കൊടുത്തതാണ്. യോദ്ധകല പഠിപ്പിച്ചു കൊടുത്ത ദ്രോണാചാര്യരാണ്. അത്രയും വലിയ ആചാര്യനായിരുന്നു. അപ്പൊ ദ്രോണാചാര്യർക്ക് ഇവരെ എല്ലാവരെയും അറിയാം. അവരുടെയൊക്കെ കഴിവുകളും നല്ലോണം ദ്രോണാചാര്യർക്ക് അറിയാം. പക്ഷേല് ദുര്യോധനൻ ഒരു
നല്ലൊരു ഡിപ്ലോമാറ്റാണ്. എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാല് എല്ലാവരെയും നല്ലോണം സുഖിപ്പിച്ച് അവരെ എങ്ങനെ അവർക്ക് ഉത്തേജനം കൊടുക്കാം എന്നുള്ളത് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് അവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഇനി 12ാമത്തെ വേഴ്സ് വരെ, ഇപ്പൊ 3ാമത്തെ വേഴ്സ് തൊട്ട് 11ാമത്തെ വേഴ്സ് വരെ പാണ്ഡവരുടെ സൈന്യത്തിലുള്ള വലിയ യോദ്ധാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് 12ാമത്തെ ഇതില് പിന്നെ അവരുടെ ഓൺ ആൾക്കാരുടെ നല്ലതും പറയുന്നുണ്ട്. അല്ല, 6ാമത്തെ വേഴ്സ് വരെയാണ് പറയുന്നത്. 6ാമത്തെ വേഴ്സ് വരെയും ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് 7ാമത്തെ വേഴ്സ് തൊട്ട് 11ാമത്തെ വേഴ്സ് വരെയും സ്വന്തം സൈന്യത്തില് ഉള്ള നല്ല കഴിവുള്ള യോദ്ധാക്കളെ കുറിച്ചും പറയും. അപ്പൊ ഇത് ഇപ്പൊ ഇവരെ കുറിച്ച് നല്ലത് പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വാർണിംഗ് ആയിട്ട്, നിങ്ങളെല്ലാരും നല്ല കെയർഫുൾ ആയിട്ട് വേണം ഫൈറ്റ് ചെയ്യാന്, അവിടെ നല്ല യോദ്ധാക്കളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇനി ദൃഷ്ടകേതു ആരാന്ന് നോക്കാം. ദൃഷ്ടകേതു ശകിതാനഹ എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലന്റെ മകനാണ്. ശിശുപാലൻ ചേതി രാജ്യത്തിലെ രാജാവാണ്. ശിശുപാലനെ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ വെച്ച് കൃഷ്ണൻ കൊല്ലും. അപ്പൊ നമുക്ക് തോന്നും ശിശുപാലനെ കൃഷ്ണൻ കൊന്നിട്ട് എന്തുകൊണ്ട് ശിശുപാലന്റെ മകൻ പാണ്ഡവരുടെ സൈന്യത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കും അല്ലെ. അതെന്താന്ന് വെച്ചാ ദൃഷ്ടകേതുവിന് അറിയാം അച്ഛന്റെ ഭാഗത്തായിരുന്നു തെറ്റെന്നുള്ളത്. അവരുടെ ഡൈനാസ്റ്റിയിലുള്ള എല്ലാവരും കൃഷ്ണഭക്തന്മാര് തന്നെയായിരുന്നു. അതിൽ ഒരു എക്സെപ്ഷൻ ആയിരുന്നു ശിശുപാലൻ. അപ്പൊ ശിശുപാലൻ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ദൃഷ്ടകേതുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ശിശുപാലന് ആരായിരുന്നു എന്ന് പറഞ്ഞാല് ശരിക്കും കൃഷ്ണന്റെ അച്ഛൻ വസുദേവൻ. വസുദേവന്റെ ഒരു പെങ്ങള്, ഒരു സിസ്റ്ററാണ് ശിശുപാലന്റെ അമ്മ. അപ്പൊ വസുദേവരുടെ വേറെ ഒരു സിസ്റ്ററാണ് കുന്തി ദേവി അല്ലെ. കുന്തി ദേവി ആരാ? പാണ്ഡവരുടെ അമ്മ. അപ്പൊ അതുപോലെ വസുദേവരുടെയും കുന്തി ദേവിയുടെയും വേറെ ഒരു സിസ്റ്ററാണ് ശിശുപാലന്റെ അമ്മ. അപ്പൊ ശിശുപാലൻ ഉണ്ടാകുമ്പോഴ് ശിശുപാലന് 4 കൈകളും 3 കണ്ണുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു അശരീരിക്കേക്കും ഇവൻ നല്ല ഒരു ബ്രേവ് സോൾജിയർ ആകും, യോദ്ധാവാണ്, പക്ഷേല് ഒരു വലിയൊരു ഹീറോ, ഒരു വലിയൊരു ഹീറോ ആയിരിക്കും ഇവനെ കൊല്ലുന്നത് എന്ന് പറയും. അപ്പം അമ്മ ചോദിക്കും ഈ അശരീരിയുടെ അടുക്കല് ആരാണ് ആളെന്ന് ചോദിക്കും. അപ്പൊ പറയും ആരുടെ മടിയിൽ ഈ കുഞ്ഞിനെ വെക്കുമ്പോഴ് അവന്റെ എക്സ്ട്രാ കൈകളും കണ്ണും പോകുന്നു, ആ ആളായിരിക്കും ഇവനെ കൊല്ലാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ കൃഷ്ണൻ അവിടെ വരുമ്പോഴ് ഈ കുഞ്ഞിനെ മടിയിൽ ഇരുത്തുമ്പം അവന്റെ എക്സ്ട്രാ കൈകളും കണ്ണും പോകും. അപ്പൊ മനസ്സിലാകും കൃഷ്ണനായിരിക്കും ഇവനെ വധിക്കുന്നതെന്ന്. അപ്പൊ ശിശുപാലന്റെ അമ്മ പറയും നിന്റെ നെവ്യൂ എന്നാണ്, കസിൻ അല്ലേ, കസിന് തന്നെ അല്ലേ, നീ അവനെ പൊറുക്കണം, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ പൊറുക്കണം എന്ന് പറയും. അപ്പൊ പറയും ഞാൻ 100 തെറ്റ് വരെയും ചെയ്യുന്ന, അവൻ എന്നെ 100 തവണ എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ സഹിക്കാം, 101ാമത്തെ ആകുമ്പോ ഞാൻ കൊല്ലും എന്ന് പറയും. അങ്ങനെ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ വെച്ച് യുധിഷ്ഠിരൻ കൃഷ്ണനെ അഗ്രപൂജ കൊടുത്ത് ബഹുമാനിക്കും. എന്നുവെച്ചാ ഈ അഗ്രപൂജ കൊടുക്കുന്ന ഏറ്റവും ആ അസംബ്ലിയിലെ ഏറ്റവും മിടുക്കന്, ഏറ്റവും കഴിവുള്ള ആൾക്കാണ് അഗ്രപൂജ കൊടുത്ത് അവരെ ബഹുമാനിക്കുന്നത്. അപ്പൊ അതിന് കൃഷ്ണനെ സെലക്ട് ചെയ്യും, കൃഷ്ണന് അഗ്രപൂജ കൊടുക്കും.
അപ്പൊ ശിശുപാലന് ഭയങ്കര ദേഷ്യം വന്നിട്ട് കുറേ ഇങ്ങനെ വൃത്തികേടുകൾ പറയാൻ തുടങ്ങും കൃഷ്ണനെ. ഇത് ഒരു എന്താ പശുവിനെ മേയ്ക്കുന്ന ഒരു പശുപാലനാണ്, അയാളെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വേറെ എത്രയോ വലിയ കഴിവുള്ള രാജാക്കന്മാര് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. അപ്പം അത് 100 ക്രോസ് ചെയ്തു. കൃഷ്ണനെ ഇത് വൃത്തികേട് പറയുന്നത് 100 ക്രോസ് ചെയ്തപ്പം കൃഷ്ണൻ ഈ സുദർശന ചക്രം എടുത്ത് അയാളുടെ കഴുത്ത് ബിഹെഡ് ചെയ്യും. അപ്പൊ ഒരു ചോര വീഴാൻ പാടില്ല എന്നുണ്ട് ഈ യജ്ഞം നടക്കുന്ന. അപ്പൊ യജ്ഞത്തിന് മോശമാകും. അപ്പൊ ആ ഒരു ചോര പോലും പോകാതെ സുദർശന ചക്രം വെച്ച് ആ തല വെട്ടും. അപ്പൊ ഒരു എന്താ പറയുന്ന ലൈറ്റ് ഈ ദേഹത്ത് നിന്ന് പ്രകാശം, അതെ, ഒരു പ്രകാശം ഈ മരിച്ച ബോഡിയിൽ നിന്ന്, ശിശുപാലന്റെ ബോഡിയിൽ നിന്ന് കൃഷ്ണന്റെ ദേഹത്തോട്ട് കയറിപ്പോകും. അങ്ങനെയാണ് ശിശുപാലൻ മരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ സായുജ്യ മുക്തി കൊടുത്തു ശിശുപാലന് എന്നാണ് ആ പ്രകാശം പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കിയ ആ സോള്, ആത്മാവ് കൃഷ്ണനിലോട്ട് ലയിക്കുന്നു. അത് സായുജ്യ മുക്തി കൊടുക്കുന്നവർക്കാണ് കൃഷ്ണനിലേക്ക് ലയിക്കുന്നത്. ശരിക്കും കൃഷ്ണന്റെ ബ്രഹ്മജ്യോതിയിലേക്കാണ് സായുജ്യ മുക്തി കിട്ടുന്നവര് പോകുന്നത്. അങ്ങനെയാണ് ശിശുപാലൻ മരിക്കുന്നത്. ഇനി വസുദേവർക്കും കുന്തിക്കും വേറൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. ആ സിസ്റ്ററിന്റെ മകന്റെ പേരാണ് ദന്തവക്ര. ഈ ദന്തവക്രയും ശിശുപാലന് ചെറുപ്പത്തില് അവരെ പഠിപ്പിച്ചതൊക്കെ ജരാസന്ധൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ആ ജരാസന്ധന് കൃഷ്ണനുമായിട്ട് ഭയങ്കര ശത്രുതയുള്ള ഒരാളായിരുന്നു. ആ രാജാവാണ്. അപ്പൊ ആ ജരാസന്ധന്റെ അസോസിയേഷൻ കാരണമാണ് ഈ 2 കുട്ടികള്, ശിശുപാലനും ദണ്ഡവക്രയ്ക്കും കൃഷ്ണനോട് ഇത്രയും എൻമിറ്റി വരാനുള്ള കാര്യം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾക്ക് ബാഡ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ, നമ്മള് ചീത്ത ആൾക്കാരുമായിട്ട് സംസർഗം വരികയാണെങ്കിൽ നമ്മളും ചീത്തയായി മാറും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും നല്ല അസോസിയേഷൻ വേണം നമ്മൾ ചെയ്യാനെന്ന് പറയുന്നത്. നമ്മൾ നല്ല ആൾക്കാരായിട്ട് വേണം കൂട്ടുകൂടാൻ. അത് ഷേക്സ്പിയറും പറയും. ഷേക്സ്പിയർ പറയും, ഇഫ് യു ഷോ മീ യുവർ ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാന്ന് എന്നോട് പറഞ്ഞു തന്നാൽ എനിക്കറിയാൻ പറ്റും നീ എങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന്. അപ്പൊ അതുപോലത്തെ നമ്മൾക്ക് കൂട്ടുകെട്ട് ആരുമായിട്ടാണെന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം നമ്മൾക്കും കിട്ടും. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. അത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ കുട്ടികളും ആരുമായിട്ടാണ് സംസർഗം കൂടുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആസ് പേരൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവര് ചീത്ത കൂട്ടുകെട്ടിലാണോ പെടുന്നത്, എന്നിട്ട് നല്ല കൂട്ടുകെട്ടിലോട്ട് അവരെ തിരിച്ചു വിടണം. പ്രത്യേകിച്ച് ഈ കാലത്ത് എന്തൊക്കെയാ അല്ലേ, ഇൻടോക്സിക്കൻസും പിന്നെ ഡ്രഗ്സും എല്ലാം ഉള്ള കാലമായതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ആരുമായിട്ടാണ് മിങ്കിള് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ. അതാണ് ശിശുപാലന്റെ കഥ. ഇനി ഇതില് അപ്പം ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലന്റെ മകനാണ്. അപ്പൊ ശിശുപാലൻ അറിയാം അച്ഛന്റെ കുറ്റം കൊണ്ടായിരുന്നു. കൃഷ്ണൻ ധാരാളം ക്ഷമിച്ചു. 100 തെറ്റ് കാണിക്കുന്നിടം വരെയും കൃഷ്ണൻ ശ്രമിച്ചു, അമ്മായിയെ ഓർത്ത്. അത് കഴിഞ്ഞിട്ട് ഹി ടുക്ക് ആക്ഷൻ. അതുപോലെ തന്നെ ദണ്ഡവക്രയും വേറൊരു അവസരത്തിൽ കൃഷ്ണൻ തന്നെ കൊല്ലും. ഇനി ഈ ശിശുപാലനും ദണ്ഡവക്രയും ആരായിരുന്നു അവരുടെ പ്രീവിയസ് ലൈഫിലെന്ന് നമുക്ക് നോക്കാം. അവര് ആദ്യം ശരിക്കും വൈകുണ്ഠത്തെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നു. ജയ ആൻഡ് വിജയ എന്ന് പറയുന്ന 2
ഗേറ്റ് കീപ്പേഴ്സ് എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, ഈ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന ആള്, അവര് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് വൈകുണ്ഠത്ത് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഗേറ്റ് കീപ്പേഴ്സ് ആണ്. ഈ വൈകുണ്ഠത്തിന് 7 കവാടങ്ങളുണ്ട്. അതിലെ 7ാമത്തെ ലാസ്റ്റ് കവാടത്തിലാണ് ഈ ജയൻ വിജയനും നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ 4 കുമാരന്മാരുണ്ട്. സനാതന, സനന്ദ, എനിക്ക് എല്ലാ പേരും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ സനാതന കുമാരന്മാരുണ്ട്. അവര് 4 പേരാണ്. അപ്പൊ അത് ബ്രഹ്മാവിന്റെ മക്കളാണ് ഈ 4 പേര്. അവര് ബ്രഹ്മാവ് എന്തിനാ സൃഷ്ടിച്ച ഇവരെ? ഇനി വേറെ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ബ്രഹ്മാവ് ഈ മക്കളെ ജനിപ്പിച്ചത്. പക്ഷേ ഇവര് കുട്ടിയായിരിക്കുമ്പോഴേ അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് തപസ്യയൊക്കെ ചെയ്യാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. എന്നിട്ട് അവര് വലുതാകുകയില്ല. അവര് എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ദിവസം തോന്നി വൈകുണ്ഠത്ത് വിഷ്ണു ഭഗവാനെ കാണണം എന്ന് തോന്നി. അവര് 6 ഗേറ്റ് വഴി സുഖമായിട്ട് കയറിപ്പോന്നു. 7ാമത്തെ ഗേറ്റിലെത്തിയപ്പം ജയ വിജയന്മാര് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് ദേഷ്യം വന്നു. ഇവര് നല്ല സേജസ് ആണ്, ഋഷിമാരാണ്. അവർക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞപ്പോ, അതെന്താ അങ്ങനെ? ഈ നമ്മൾ ഇവിടം വരെ എത്തിയതാണ്, നല്ല ശുദ്ധമായിട്ടുള്ളവരെ എത്തുള്ളൂ എന്നറിയാം, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു? അപ്പൊ നിങ്ങൾക്ക് ഒരു മനുഷ്യരുടെ മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ, അസുരന്മാരുടെയൊക്കെ മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തടഞ്ഞത്. അതുകൊണ്ട് ഇവരെ ശപിക്കും, ഈ 2 പേരെ ശപിക്കും. നിങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിക്കും. അപ്പോഴത്തേക്കും വിഷ്ണു ഭഗവാൻ ഓടിയെത്തും അവിടെ. എന്നിട്ട് പറയും, മാപ്പ് ചോദിക്കും ഈ സേജസിന്റെ അടുക്ക്. എൻ്റെ സെർവൻസ്, എന്നെ സെർവ് ചെയ്യുന്നവര് ആരെയെങ്കിലും അപമാനിച്ചാല് അത് ഞാൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു മീ റോങ്ങിങ് യു എന്നുള്ള പോലെ പറയും. എന്നിട്ട് അതിന് സോറിയൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഈ സേജസിന് തന്നെ അയ്യേ, ഭഗവാന് മാപ്പ് ചോദിക്കുന്നു. അപ്പൊ അവർക്ക് തന്നെ ഒരു സംശയം, ഞങ്ങളാണോ ചെയ്തത് തെറ്റ് എന്നൊരു തോന്നൽ വന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഇച്ഛയായിരുന്നു ഇവരെ ഭൂമിയിൽ അയക്കണം എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ വഴി അത് നടന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് 3 കൊല്ലം 3 ജന്മം അസുരന്മാരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ജന്മങ്ങള് ഭക്തരായിട്ടോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് വിഷ്ണു ഭഗവാന്റെ അടുക്ക എത്തണം. അതിനു വേണ്ടി പറഞ്ഞു, ഞങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ജനിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് തന്നെ എത്തണം എന്ന് പറയും. അങ്ങനെ അവര് ആദ്യത്തെ ജന്മം അവരുടെ ആരായിട്ടായിരുന്നു? ഹിരണ്യാക്ഷയും ഹിരണ്യകശിപുവുമായിട്ട് അവര് അവതരിച്ചു. ആ ജന്മത്തില് അവരെ ഭഗവാൻ തന്നെ കൊല്ലും. അതിന്റെ കഥ നമ്മൾക്ക് ഇനി ഓരോ ഇത് വരുമ്പോൾ പറയാം. അത് കഴിയുമ്പോ അവര് അടുത്ത ജന്മം ആരായിട്ടായിരുന്നു? രാവണനും കുംഭകർണനുമായി. രാവണനും കുംഭകർണനുമായിട്ട് അവർക്ക് അടുത്ത ജന്മം. എന്നിട്ട് ഈ ജന്മം കൃഷ്ണാവതാരത്തിന്റെ സമയത്ത് അവര് ശിശുപാലനും ദണ്ഡവക്രയുമായിട്ട് ജന്മമെടുത്തു. അപ്പൊ അവര് ശരിക്കും വിഷ്ണു ഭക്തര് തന്നെയാണ്. പക്ഷേല് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവര് പെട്ടതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കൃഷ്ണന് എല്ലാ രസങ്ങളും അടങ്ങിയതാണ് കൃഷ്ണൻ. ഹീസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ, എല്ലാ രസങ്ങളുടെയും ഫൗണ്ടൻ ഹെഡാണ് വിഷ്ണു ഭഗവാൻ. അപ്പൊ വിഷ്ണുവിന് ചിലപ്പോ തോന്നും എനിക്ക് ഫൈറ്റ് ചെയ്യണം എന്ന്. അപ്പൊ ആരുമായിട്ടാ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്? വിഷ്ണു ഭഗവാനെ എതിർക്കാൻ മാത്രം പറ്റിയ എതിരാളികൾ ആരാ ഉള്ളത്? വിഷ്ണു ഭഗവാന്റെ തന്നെ ഭക്തന്മാരെ വേണം. അങ്ങനെയാണ് ഇവരെ
വിഷ്ണു ഭഗവാന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയും കൂടിയാണ് അവരെ പറഞ്ഞു വിട്ടത് താഴോട്ട്. എന്നിട്ട് ശിശുപാലന് ദണ്ഡവക്രയും ഇങ്ങനെ ഒരു ജ്യോതിയായിട്ട് ഭഗവാന്റെ ഉള്ളിൽ കേട്ട് പിന്നെ അവരുടെ ലാസ്റ്റ് ജന്മമായിരുന്നു ഇത്. അവര് തിരിച്ച് അവരുടെ ഒറിജിനൽ പൊസിഷൻ ആസ് ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് വൈകുണ്ഠയായിട്ട് അവര് തിരിച്ചു പോകും. അതാണ് ശിശുപാലന്റെയും ദണ്ഡവക്രയുടെ. അപ്പം ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലയുടെ മകൻ. ഇനി പറയുന്നത് ദൃഷ്ടകേതു ചേകിതാനഹ. അപ്പൊ ചേകിതാന ആരാണ്? ദൃഷ്ടകേതുവിന്റെ മകന്. അപ്പൊ ഞാൻ നേരത്തെ ഒരു തവണയും പറഞ്ഞു 5 ജനറേഷൻ ആണ് ഈ കുരുക്ഷേത്ര വാറില് ഫൈറ്റ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നോക്കിക്കേ, ദൃഷ്ടകേതു ഉണ്ട്, ദൃഷ്ടകേതുവിന്റെ മകൻ ചേകിത്താനയും ഉണ്ട്. ഈ ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലന്റെ മകന്. ശിശുപാലൻ ഈ കുരുക്ഷേത്ര വാറിലില്ല, അതിന് മുമ്പ് തന്നെ മരിച്ചു. ആരൊക്കെ ആയിരുന്നു ഈ 5 ജനറേഷൻ? ഭീഷ്മരുടെ ജനറേഷൻ ഉണ്ട്. അതിലും മുമ്പായിട്ട് ഭീഷ്മരുടെ അച്ഛൻ ശാന്തനുടെ ബ്രദറായിട്ടുള്ള ബലീക എന്ന് പറയും. ബലീക രാജാവും ഈ വാറിൽ പങ്കെടുത്തു. അപ്പൊ ഭീഷ്മദേവന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ളത് ചിറ്റപ്പനുമല്ല, വല്യച്ഛൻ ശാന്തനുടെ ചേട്ടനായിരുന്നു ബലീക. അപ്പൊ ബലീക രാജാവ് ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഭീഷ്മരുണ്ട്, പിന്നെ ധൃതരാഷ്ട്രരുടെ ഒപ്പമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് ആരാണെന്നറിയാം? സോമദത്ത എന്ന് പറയുന്ന രാജാവും ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ധൃതരാഷ്ട്രരുടെ ഏജിലുള്ള. പിന്നെ നമുക്കറിയാം ദുര്യോധനൻ, പാണ്ഡവര് ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പ്. പിന്നെ ഇവരുടെ തന്നെ മക്കള് അല്ലെ, അഭിമന്യു, ഐരാവൻ, ഗദോത്കജൻ, ഇവരെല്ലാം അർജുനന്റെ മക്കളാണ്. പിന്നെ ദുര്യോധനന്റെ മകൻ ലക്ഷ്മണൻ ഇതിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ലക്ഷ്മണന്റെ മകനും ഇതിൽ ഫൈറ്റ് ചെയ്തു എന്നാ. അങ്ങനെ ആവുമ്പോ നമ്മൾ 6 ജനറേഷൻ കണ്ടു. അപ്പൊ അത്രയും ജനറേഷൻ ആയിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ഇവരെല്ലാവരെയും അനിഹിലേറ്റ് ചെയ്യുകയും ചെയ്തു. അവരെല്ലാവരും മരിക്കുകയും ചെയ്തു. എക്സെപ്റ്റ് ഫോർ 8 പേര് പാണ്ഡവരുടെ സൈഡിലും 4 പേര് കൗരവരുടെ സൈഡിലും. ബാക്കി എല്ലാവരും മരിച്ചു. എത്രയാ? 7 അക്ഷൗഹിണി ഉണ്ടായിരുന്നു പാണ്ഡവർക്ക്, 11 അക്ഷൗഹിണി ഉണ്ടായിരുന്നു കൗരവർക്ക്. ഞാൻ പറഞ്ഞു അക്ഷൗഹിണി എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ മെഷർമെന്റ് ഓഫ് ഹൗ മെനി പീപ്പിൾ വെർ ദെയർ ഇൻ ദി ആർമി. അതിനൊരു മെഷർമെന്റ് ആണ്. നമ്മൾ വെള്ളം ലിറ്ററിൽ അളക്കുന്ന പോലെ, നമ്മൾ പിന്നെ എന്താ അരിയൊക്കെ നമ്മള് കിലോഗ്രാമിൽ അളക്കും അല്ലെ, അതുപോലെ ആർമീനെ അളക്കുന്നത് ഇത്രയും രഥങ്ങള്, ഇത്രയും കുതിരപ്പട, ഇത്രയും ആനപ്പട, ഇത്രയും ഇൻഫെൻട്രി എന്ന് പറഞ്ഞാല് കാലാള്. അതെ, അങ്ങനെ പറഞ്ഞ് അതുണ്ട്. 21,570 രഥങ്ങള്, 21,570 ഹോഴ്സസ്, അങ്ങനെ പറഞ്ഞ് ആണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ 7 അക്ഷൗഹിണി പാണ്ഡവർക്കും 11 അക്ഷൗഹിണി കൗരവർക്കും. ഇനി ഈ 7 അക്ഷൗഹിണിയില് ഓരോ അക്ഷൗഹിണിയും നയിക്കുന്ന ഓരോ സേനാപതികളുണ്ട്. അതില് ഒരു അക്ഷൗഹിണി ചേകിത്താന ആരാണ്? ദൃഷ്ടകേതുവിന്റെ മകന്, അല്ലെങ്കിൽ ശിശുപാലന്റെ ചെറുമകന്. അപ്പൊ ചേകിത്താനെയാണ് ഒരു അക്ഷൗഹിണി നയിച്ചത്. പിന്നെ ഒന്ന് ദ്രുപദൻ ആരാണ്? ദ്രൗപദിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും അച്ഛൻ അല്ലെ. നമ്മൾ പറഞ്ഞു ദ്രുപദൻ ആരാണ്? ദ്രോണാചാര്യരുടെ ശത്രുവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദ്രുപദൻ ഒരു അക്ഷൗഹിണി. പിന്നെ വിരാടൻ ആരായിരുന്നു? ഈ അവരുടെ അജ്ഞാനവാസ സമയത്ത് ഈ പാണ്ഡവര് രക്ഷയ്ക്ക് ചെന്നത് വിരാടന്റെ അടുത്തായിരുന്നു. വിരാടനും അറിയില്ലായിരുന്നു ഇവര് പാണ്ഡവരാണെന്ന്. അപ്പൊ വിരാടൻ ഉത്തരയുടെ അച്ഛൻ. ഉത്തര ആരാണ്? അഭിമന്യുയുടെ ഭാര്യ. അപ്പൊ ഉത്തരയുടെ അച്ഛനാണ് വിരാടൻ. പിന്നെ ഭീമന് ഒരു അക്ഷൗഹിണി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ
ശിഖണ്ഡിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, പറയാം നമുക്ക് പിന്നെ ഒരു ദിവസം. പറഞ്ഞോ. അർജുനൻ അല്ലല്ല, ശിഖണ്ഡി അർജുനന്റെ കാശി രാജാവിന്റെ മകൾ അല്ലേ? അല്ല, ദ്രുപദന്റെ മകനാണ് ശിഖണ്ഡി. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ദൃഷ്ടദ്യുമ്നന്റെയും ദ്രൗപദിയുടെയും ബ്രദറാണ് ശിഖണ്ഡി. അപ്പൊ അതും ഒരു കഥയുണ്ട്, പറഞ്ഞാലോ? എത്ര സമയമായി? പറയാം. ശിഖണ്ഡി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല്, ശിഖണ്ഡി ശരിക്കും അമ്പയായിരുന്നു, കഴിഞ്ഞ ജന്മം അമ്പയായിരുന്നു. അമ്പ ആരാണ്? ഭീഷ്മദേവര് പേര് വീര്യഗതാന്നോ പേര്? വീര്യാംഗത അല്ലെ? ഭീഷ്മർ ഈ സത്യവതിയുടെ 2 മക്കളുണ്ട്. വിചിത്രവീര്യൻ. അപ്പൊ വിചിത്രവീര്യനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കാശി രാജാവിന്റെ 3 മക്കളാണ് അംബ, അംബിക, അംബാലിക. അപ്പൊ ഭീഷ്മദേവര് കാശി പോയി, അവർക്ക് സ്വയംവരമാണെന്ന് അറിഞ്ഞപ്പം സ്വയംവരത്തിന്റെ അവിടെ പോയി ഈ 3 പേരെയും കിഡ്നാപ്പ് ചെയ്തോണ്ട് വരും. അപ്പൊ കുറെ രാജാക്കന്മാർ ഇവരെ കല്യാണം കഴിക്കണം എന്ന് ഉദ്ദേശിച്ച് സ്വയംവരത്തിൽ വന്നവരെല്ലാം ഫൈറ്റ് ചെയ്യും. അതിലൊരു ശല്യ എന്ന് പറഞ്ഞൊരു രാജാവ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ അവരെയൊക്കെ തോപ്പിച്ചിട്ട് ഭീഷ്മര് 3 പേരെയും എടുത്തോണ്ട് വിചിത്രവീര്യനെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുവരും. അപ്പം അംബ ഇവിടെ എത്തിക്കഴിയുമ്പോ അംബ പറയും, എനിക്ക് ശല്യ എന്ന് പറഞ്ഞ രാജാവിനെ ഇഷ്ടമായിരുന്നു, ഞങ്ങള് സ്വയംവര സമയത്ത് കല്യാണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പൊ ഭീഷ്മര് അവരെ വിടും, തിരിച്ച് ബ്രാഹ്മണരുടെ അടുത്ത് അവരുടെ കൂടെ പറഞ്ഞു വിടും. അപ്പൊ അവിടെ ചെല്ലുമ്പോ ശല്യ പറയും, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താന്ന് വെച്ചാൽ എന്നെ തോപ്പിച്ച് കൊണ്ടുപോയതാണ് ഭീഷ്മര് അല്ലെ, അപ്പൊ ഇനി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് നാണക്കേടാണ് ക്ഷത്രിയർക്ക്, അത് കാരണം എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ അംബ തിരിച്ചു വരും ഭീഷ്മരുടെ അടുത്ത്. അപ്പൊ വിചിത്രവീര്യനും വേണ്ട, ഭീഷ്മരുടെ അടുക്ക പറയും എന്നാ ഭീഷ്മര് കല്യാണം കഴിക്കണം എന്ന് പറയും. അപ്പൊ ഭീഷ്മരാണെങ്കിൽ ശപഥം എടുത്തിരിക്കുകയാണ് കല്യാണം കഴിക്കില്ല എന്നല്ലേ. ആ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? സത്യവതിയെ അച്ഛൻ ശാന്തനുവിന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം സത്യവതിയുടെ അച്ഛന്റെ അടുക്ക ചെല്ലുമ്പം സത്യവതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മീൻകാരുടെ ലീഡറാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് പറയും, എനിക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ പറയും, പറഞ്ഞു അല്ലേ കഥ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ അപ്പൊ ശപഥം ചെയ്തതാണ് ഭീഷ്മരെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്. അപ്പൊ അമ്പയുടെ അടുക്ക പറയും, ഇല്ല ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറയും. അപ്പൊ അമ്പ പോയി ഓരോ രാജാക്കളുടെ അടുക്കലും പോയി പറയും ഭീഷ്മരെ ഫൈറ്റ് ചെയ്ത് ഭീഷ്മരെ കൊല്ലാന്. ആർക്കും അതിനുള്ള ധൈര്യമില്ല, ഭീഷ്മരെ അത്രയും പവർഫുൾ ആയിരുന്നു. അപ്പൊ ഒടുക്കം ആരോ പറയും പരശുരാമന്റെ അടുക്ക ചെല്ല, പരശുരാമൻ ഭീഷ്മരുടെ ഗുരുവാണ്, അപ്പൊ പറയാൻ പറയും. അപ്പൊ ആദ്യമൊക്കെ പരശുരാമൻ എതിർത്തു, പിന്നെ കുറെ ബ്രാഹ്മണരൊക്കെ അവർക്ക് കഷ്ടമല്ലേ ചെയ്യെന്ന് പറഞ്ഞ് പരശുരാമൻ ഭീഷ്മരായിട്ട് വഴക്ക് ഫൈറ്റ് ചെയ്യും. 27 ദിവസം കഴിഞ്ഞിട്ട് ഒടുക്കം കീഴടങ്ങും പരശുരാമൻ. എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു എന്ന് കീഴടങ്ങും. എന്നുവെച്ചാൽ ഒരു ബ്രഹ്മാസ്ത്രം പോലത്തെ ഒരു നാരായണാസ്ത്രമാണെന്ന് തോന്നുന്നു എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം അതിനെ എതിർക്കാന് പരശുരാമൻ ഇല്ലായിരുന്നു. അപ്പൊ പരശുരാമൻ കീഴടങ്ങും. അങ്ങനെ അംബ പിന്നെയും സങ്കടപ്പെട്ട് ആദ്യം എനിക്ക് തോന്നുന്നു കാർത്തികേയനെ പ്രാർത്ഥിക്കും. കാർത്തികേയനെ പ്രാർത്ഥിക്കുമ്പോ ഒരു പൂമാല കൊടുക്കും, ഒരു ലോട്ടസ് ഫ്ലവറിന്റെ ഒരു പൂമാല കൊടുക്കുക. അത് വാടുകയില്ലാത്തൊരു പൂമാലയാ. ആ മാല ആരിടുന്നോ അവരായിരിക്കും ഭീഷ്മരെ കൊല്ലുന്നതെന്ന് പറയും. അപ്പൊ ആ മാലയും എടുത്തോണ്ട് എല്ലായിടവും ചെല്ലും. ആരും അത് അണിയാൻ കൂട്ടാക്കില്ല.
അപ്പൊ ദ്രുപദ രാജാവിന്റെ അടുക്ക ചെല്ലുമ്പം ദ്രുപദ രാജാവും പറയും, ഇല്ല, എനിക്ക് ഭീഷ്മരെ എതിർക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ദേഷ്യത്തിൽ ഈ അമ്പ വലിച്ചെറിയൂ ആ മാല. അത് ആ ഗേറ്റിന്റെ മുകളിൽ വന്ന് വീഴും. അപ്പൊ ആരും അത് തൊടാൻ പോലും ആർക്കും ധൈര്യവുമില്ലാതെ അങ്ങനെ അത് അവിടെ കിടക്കും. എന്നിട്ട് അമ്പ പിന്നെയും പോയി ശിവനെ പ്രാർത്ഥിക്കും. അപ്പൊ ശിവൻ കുറെ പ്രാർത്ഥിച്ചു കഴിയുമ്പം വരം കൊടുക്കും, നീ ആയിരിക്കും ഭീഷ്മരെ കൊല്ലുന്നതെന്ന് പറയും. അപ്പൊ പറയും, ഞാനൊരു സ്ത്രീയല്ലേ, ഭീഷ്മര് ഇത്രയും വലിയ പവർഫുൾ വാറിയർ. അപ്പൊ പറയും, അടുത്ത ജന്മം നീ ഭീഷ്മരെ കൊല്ലാൻ ഇടവരും എന്ന് പറയും. അപ്പൊ തന്നെ അഗ്നിയില് ചാടിയോ അതോ വെള്ളത്തിലോ ചാടി അമ്പ മരിക്കും. എന്നിട്ട് അടുത്ത ജന്മം ദ്രുപദന്റെ മകളായിട്ട് ജന്മമെടുക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ദ്രുപദനും ദ്രുപദന്റെ ഭാര്യയും പ്രാർത്ഥിക്കും, ശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കും, ഒരു മോനെ തരണം എന്താ. അപ്പൊ ഉണ്ടായത് പക്ഷെ ശിഖണ്ഡിനി എന്ന് പറഞ്ഞ ഒരു മകളാണ് ഉണ്ടായത്. അപ്പം ശിവന്റെ അടുക്ക പറയും, ഞാൻ മോനെ വേണം എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോ പറയും, ഇവള് ഒരു ആണായിട്ട് ട്രാൻസ്ഫോം ചെയ്യും എന്ന് പറയും. അപ്പൊ അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ പാലസില് ആണിനെ പോലെ വളർത്തും. ആർക്കും അറിയില്ല, അവരുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള മെയ്ഡ് സെർവൻസിന് മാത്രമേ അറിയുള്ളൂ ഇത് പെണ്ണാണെന്ന്. ആണിനെ പോലെ, ശിഖണ്ഡി എന്നുള്ള പേരിൽ ആണിനെ പോലെ വളർത്തും. അതിന് കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ ഒടുക്ക ആ സ്ത്രീക്ക് മനസ്സിലാകും ഇത് ഒരു സ്ത്രീയാണെന്നുള്ളത്. അപ്പോഴ് അച്ഛൻ്റെ അടുക്ക പറയും, ഒരു വലിയ രാജാവായിരുന്നു, പേര് ഞാൻ മറന്നുപോയി എവിടത്തെ രാജാവാന്നേ. അപ്പൊ ആ രാജാവിന്റെ അടുക്കല് മകള് പറയും ഇതൊരു സ്ത്രീ തന്നെയാണ് എന്ന് പറയുമ്പോഴ് ആ രാജാവ് ദേഷ്യപ്പെട്ടിട്ട് സൈന്യവുമായിട്ട് ഈ ദ്രുപദന്റെ അടുത്ത് വരാൻ വേണ്ടി പുറപ്പെടും. അപ്പൊ ഇത് ദ്രുപദൻ അറിയുമ്പം ആകെ വിഷമാവും, എന്ത് ചെയ്യണം എന്ന്. അപ്പൊ ശിഖണ്ഡിനിക്കും പേടിയാകും, ഇനി എന്ത് ചെയ്യുന്ന. അപ്പം വനത്തിൽ പോകും ശിഖണ്ഡിനി. എന്നിട്ട് അവിടെ പോയി തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു യക്ഷനെ കണ്ടുമുട്ടും. ആ യക്ഷൻ എന്താണ് ഇങ്ങനെ തപസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എനിക്കൊരു പ്രതിസന്ധിയിലാണ് ഞാൻ എന്ന് പറയും. അപ്പൊ പറയും, ഓക്കെ, എന്നാ ഞാന് എൻ്റെ ആൺരൂപം ഞാൻ തരാം, നീ എനിക്ക് നിന്റെ പെൺരൂപം താ, ഫോർ ദി ടൈം ബി. ഈ രാജാവ് വന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തിരിച്ച് നിനക്ക് നിന്റെ ശരീരം തരാം എന്ന് പറയും. ശരീരമല്ല, ലിംഗം തരാം എന്ന് പറയും. അങ്ങനെ ഇവര് ആണായി മാറി. എന്നിട്ട് തിരിച്ച് രാജകൊട്ടാരത്തിൽ വരും. അപ്പൊ മറ്റേ രാജാവ് എത്തുമ്പോഴ് അവര് നോക്കുമ്പോ ഇതാണാണ്. അപ്പൊ അവര് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. എന്നിട്ട് ഈ സമയത്ത് ഈ യക്ഷൻ എന്ന് പറയുന്ന കുബേരൻ എന്ന് പറയില്ലേ, കുബേരന്റെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. യക്ഷരാജാവാണ് കുബേരൻ. അപ്പൊ കുബേരന്റെ ഒരു അസിസ്റ്റന്റ് ആണ് ഈ യക്ഷന്. അപ്പൊ ഈ കുബേരൻ അയാളുടെ വീട് വഴി പോകുമ്പം എന്നാ ഇയാളെ പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് വരുമ്പോ പെൺവേഷമായിരിക്കുന്നു. അപ്പൊ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ ദേഷ്യം വരും കുബേരന്. എന്നിട്ട് പറയും, നീ പെണ്ണായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പം പറയും, അങ്ങനെ പറയല്ല എന്നൊക്കെ പറയുമ്പോ പറയും, ഓക്കെ, ആ ശിഖണ്ഡി മരിക്കുന്നിടം വരെ നീ പെണ്ണായിട്ട് തന്നെ ഇരിക്കും, ശിഖണ്ഡി മരിച്ചു കഴിയുമ്പം നീ നിനക്ക് ആണായിട്ട് തിരിച്ച് ട്രാൻസ്ഫോംഡ് ആകും എന്ന് പറയും. അതുപോലെ ശിഖണ്ഡി തിരിച്ചു വരുമ്പോൾ ഈ യക്ഷൻ പറയും, നീ തന്നെ ആൺരൂപം വെച്ചോണ്ടിരുന്നോളാൻ പറയും. അങ്ങനെയാണ് ശിഖണ്ഡി ആണായത്. ഇത് ഭീഷ്മർക്ക് അറിയാം, ഇത് നേരത്തെ ഒരു പെണ്ണായിരുന്നു, അതിന്റെ മുമ്പിൽ അമ്പയായിരുന്നു എന്നൊക്കെ അറിയാം. ഇനി ഈ ശിഖണ്ഡി എന്ത് ചെയ്യുന്ന വെച്ചാല് ഈവൻ കൊച്ചു കുട്ടിയായിരുന്നപ്പോ, പെൺകുട്ടി ആയിരുന്നപ്പോ തന്നെ ഈ ഇങ്ങനെ അവരുടെ കോർട്ട്യാർഡിൽ നടന്നപ്പോ ഈ മാല കിടക്കുന്ന കാണും ആ ഗേറ്റിന്റെ മുകളില്. അപ്പൊ ആ മാല എടുത്ത് തന്നെത്താനെ ഇടും. ഇത് കാണുമ്പം, ഇത് വേറൊരു വേർഷനാണ് കേട്ടോ, ഇത് കാണുമ്പോ ദ്രുപദ മഹാരാജിന് പേടി വരും. എന്നിട്ട് ഇവരെ നാട് കടത്തും, മകളെ നാട് കടത്തും. അങ്ങനെയാണ് വനത്തിൽ പോയി ഈ യക്ഷനെ കണ്ടതെന്നും ഒരു കഥയുണ്ട്. അതോ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് രാജാവ് വരുന്നു എന്ന് കണ്ടോണ്ട് സ്വയമേ പോയതാണോ എന്നറിയില്ല.
ഏതായാലും ഇതാണ് കഥ. അതുകൊണ്ടാണ് ഭീഷ്മരെ കൊല്ലാന് ഈ ഒരു മാർഗമേ ഉള്ളൂ. അത് ഭീഷ്മര് തന്നെ പിന്നെ വോർ നടക്കുമ്പം ആദ്യം യുധിഷ്ഠിരൻ വോർ നടക്കുന്നതിന് തൊട്ടു മുമ്പ് പോയി ഭീഷ്മരുടെ കാല് വണങ്ങി നമസ്കരിച്ചിട്ട് പറയും, അങ്ങേ കൊല്ലാൻ എന്താ മാർഗം എന്ന് ചോദിക്കുമ്പോ പറയും, ഞാൻ സമയമാകുമ്പോ പറയാമെന്ന്. അതുപോലെ തന്നെ 9ാമത്തെ ദിവസം വൈകിട്ട് പാണ്ഡവരെല്ലാരും കൂടെ ഭീഷ്മരെ കാണാൻ പോകും. എന്നിട്ട് പിന്നെയും ചോദിക്കും. അപ്പൊ ഭീഷ്മര് പറഞ്ഞു കൊടുക്കും, ശിഖണ്ഡിയെ ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. എന്താന്ന് വെച്ചാൽ അതൊരു പെണ്ണാണ്, എന്റെ ദൃഷ്ടിയിൽ അത് ഒരു പെണ്ണ് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് അർജുനൻ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അർജുനൻ ഫൈറ്റ് ചെയ്താൽ എന്നെ കൊല്ലാൻ പറ്റും എന്ന് പറയും. കൊല്ലാനല്ല, വീഴ്ത്താൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണ് ശിഖണ്ഡി ഭീഷ്മരെ കൊല്ലാന് ഇടവരുന്നത്. ദൃഷ്ടദ്യുമ്നാണെങ്കിലോ ദ്രോണാചാര്യരെ കൊല്ലാന് വേണ്ടിയാണ് ജന്മമെടുത്തത്. ദ്രൗപദി കാരണമായിരിക്കും പല രാജാക്കന്മാരും വധിക്കപ്പെടുന്നത്. കുരു ഡൈനാസ്റ്റി, കൗരവര് മുഴുവൻ നശിക്കാൻ പോകുന്നത് ദ്രൗപദി കാരണമാണെന്ന് പറയും. അതും ശരിയായിട്ട് വന്നു അല്ലെ? എന്തുകൊണ്ടാണ്? ദ്രൗപദിയെ അപമാനിച്ചത് കൊണ്ടാണ് അല്ലെ? സഭയില് വസ്ത്രം ഊരാൻ വേണ്ടി പോയത് കൊണ്ടാണ് ഈ വോർ നടന്നത്. അതാണ് മെയിൻ കാരണം ഈ വോറിന്. അപ്പൊ എന്താ പറ്റിയത്? ഇത്രയും 11 7 18 അക്ഷൗഹിണി ആൾക്കാര് മരിച്ചു ആ വോറില്. എല്ലാ വലിയ രാജാക്കന്മാരും മരിച്ചു, കൗരവര് മുഴുവൻ മരിച്ചു അല്ലെ? അതിനൊക്കെ കാരണം ദ്രൗപദിയായി തീർന്നു. ഇനി ദ്രൗപദിക്ക് എന്തുകൊണ്ട് ഇത്രയും സാരി കൃഷ്ണൻ കൊടുത്തു എന്നുള്ളതിന് ഒരു ചെറിയ കഥയുണ്ട്. അത് ഈ ശിശുപാലനെ കൊല്ലാൻ വേണ്ടി സുദർശന ചക്ര വിട്ടപ്പോഴ് ഭഗവാന്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടായി. രാജസൂയ യജ്ഞം നടക്കുന്ന സമയമാണ്. അപ്പം അതിലെ രാജ്ഞി, ഏറ്റവും അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള രാജ്ഞി ആരാ? ദ്രൗപദിയാണ് അല്ലെ? ഈ യുധിഷ്ഠിരന്റെ ഭാര്യ ദ്രൗപദിയാണ്. എന്നിട്ട് ദ്രൗപദി അത്രയും വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ കയ്യില് മുറിവ് കണ്ടപ്പം വേറെ ഒന്നും ചിന്തിക്കാതെ സാരിയുടെ ഒരു അറ്റം എടുത്ത് അത് കീറി ഭഗവാന്റെ കൈ കെട്ടിക്കൊടുത്തു. ഇതൊക്കെ മഹാഭാരതത്തിലുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ ദ്രൗപദി ഭഗവാന്റെ വിരല് കെട്ടിക്കൊടുത്തു. ആ ഒരു ചെറിയ സാരിത്തുമ്പ് വെച്ച് കെട്ടിക്കൊടുത്തതിന്റെ പ്രതിഫലമാണ് ഇത്രയും അനേകായിരം സാരികള് കൊടുത്ത് ഭഗവാൻ രക്ഷിച്ചത്. അപ്പൊ അത് കാണിക്കുന്നത് കൃഷ്ണന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഗതി ചെയ്താൽ മതി, കൃഷ്ണന് എങ്ങനെ നമ്മൾക്ക് തിരിച്ചു തരണം എന്നറിയില്ല, അതുപോലെ തിരിച്ചു തരും കൃഷ്ണൻ. ഈ ഗോപിമാര് കൃഷ്ണന് എന്തൊക്കെ ചെയ്യുമായിരുന്നു, അതിന് കൃഷ്ണൻ അവരോട് പറയും, എനിക്ക് തന്നിരിക്കുന്ന ഈ സ്നേഹവും എനിക്ക് തന്നിട്ടുള്ള എല്ലാത്തിനും എനിക്ക് പ്രതിഫലമായിട്ട് എനിക്ക് ഒന്നുമില്ല തരാൻ, നിങ്ങളുടെ സ്നേഹം തന്നെയാണ് അതിന്റെ പ്രതിഫലം എന്ന് പറയും. അത്രയാണ് ഭഗവാന് എന്തെങ്കിലും ഒരു ചെറിയ സംഗതി നമ്മൾ ചെയ്താല് അത് മൾട്ടിപ്പിൾ ഫോൾഡ് ആയിട്ട് നമുക്ക് തിരിച്ചു തരും ഭഗവാന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇപ്പം ആദ്യമായിട്ട് ഇവിടെ ഇതിൽ കയറുന്നവരോട് പറയാണ്, എല്ലാ തവണയും നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാന് ആദ്യം നേദിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. എന്ത് തന്നെ ആയാലും നോൺ വെജ് ഒന്നും കൊടുക്കല്, അല്ലാത്ത സംഗതികൾ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഭഗവാന് ആദ്യം സെർവ് ചെയ്തിട്ട് ഭഗവാൻ ഒരു ഭഗവാന് വേണ്ടി കുറച്ച് പ്ലേറ്റുകളും കൊച്ചു കിണ്ണങ്ങളും വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഭഗവാന് ആദ്യം നേദിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അല്ലെങ്കിൽ പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പുഷ്പം ഫലം തോയം, ഇത് എന്ത് വേണമെങ്കിലും എനിക്ക് നിങ്ങൾ ആക്കുള്ളൂ, പുഷ്പം തന്നാലും മതി, അല്ലാതെ ഇന്നത് തരണം എന്നൊന്നുമില്ല. ഭഗവാന് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആളാണ്. നമ്മളുടെ ഒരു ചോറോ നമ്മളുടെ ഒരു കറിയോ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാന്?
ഭഗവാൻ വിശന്നിരിക്കുകയല്ലോ. പക്ഷെ കൃഷ്ണന് വേണ്ടത് നമ്മളുടെ സ്നേഹമാണ്. നമ്മൾ അത് സ്നേഹത്തോടെ കൊടുക്കണം. അപ്പൊ പുഷ്പമായാലും വെള്ളമായാലും പിന്നെ എന്താ പറയുന്നത്, സ്വയം ഫലം, ഒരു ഫ്രൂട്ട് ആയാലും ഒരു ലീഫായാലും ഒരു തുളസിയുടെ ഒരു ഇല വെച്ചാലും അത് സ്നേഹത്തോട് കൊടുത്താല് ഭഗവാൻ അത് സ്വീകരിക്കും എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും, നമുക്ക് ഒരു വസ്ത്രം പുതിയത് നമ്മൾ വാങ്ങിച്ചാലും അത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പൊ പാചകം ചെയ്യുന്ന നമ്മൾ ഭഗവാനെ ആദ്യം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് രുചിച്ചൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ ഉപ്പ് കറക്റ്റ് ആണോ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ഉപ്പിടണം. നമ്മൾ കുറെ വർഷമായിട്ട് ചെയ്യുന്നല്ലേ, നമുക്കത് ശരിയായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഭഗവാന് നേദിച്ച് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഉപ്പ് ശരിയല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ അതുപോലെ എല്ലാ ദിവസവും നമ്മൾ എന്ത് പാചകം ചെയ്താലും അത് കൃഷ്ണന് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്താമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ അത് മൾട്ടിപ്പിൾ ഫോൾഡ് ആയിട്ട് കൃഷ്ണൻ അത് തിരിച്ചു തരും. അതിനുവേണ്ടി ആയിരിക്കല്ല ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല. പക്ഷെ അങ്ങനെ നമ്മൾക്ക് ഭഗവാനോടുള്ള സ്നേഹം കൂടുകയും ചെയ്യും. അതാണ് അപ്പൊ ഈ ദൃഷ്ടകേതുവിന്റെ ചേക്കിത്താനെ. ദൃഷ്ടകേതുവിന് ഒരു സിസ്റ്റർ ഉണ്ട്, കരേണുമതി എന്ന് പറയും. കരേണുമതി അത് ഈ വോറൊക്കെ കഴിഞ്ഞിട്ട് നകുലൻ ആ കുട്ടിയെ കല്യാണവും കഴിക്കും. ബ്രദറ് മരിച്ചുപോയി, ബ്രദറിന്റെ മകൻ മരിച്ചുപോയി. അപ്പൊ എല്ലാരും വോറിൽ മരിച്ചു. അപ്പൊ ഈ കുട്ടി തന്നെയാകുമ്പം നകുലൻ ആ കുട്ടിയെ കല്യാണവും കഴിക്കും. ഇനി കാശി രാജ പുരുജിത്ത് എന്ന് പറയുന്നു. അവരുടെ മഹാഭാരതത്തിൽ അവരെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ കാശി രാജാവിന്റെ മക്കളായിരുന്നു. അല്ല, അത് ഇപ്പോഴത്തെ കാശി രാജ അല്ല, അതിന്റെ മുമ്പിലത്തെ രാജാവിന്റെ മക്കളായിരുന്നു അംബ, അംബിക, അംബാലിക. ഇപ്പൊ കാശി രാജാവിനെ കുറിച്ച് അവരെ കുറിച്ച് കൂടുതൽ മഹാഭാരതത്തിൽ പറയുന്നില്ല. അതുപോലെ പുരുജിത്ത് എന്ന് പറഞ്ഞാൽ പുരു ഡൈനാസ്റ്റിയിലെ ഒരു അംഗമായിരുന്നു. പിന്നെ പറയുന്ന കുന്തി ഭോജ എന്ന് പറയുന്ന കുന്തി ദേവിയെ അഡോപ്റ്റ് ചെയ്ത അച്ഛൻ. കുന്തി ഭോജയ്ക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. കുന്തി ആരുടെ മകളായിരുന്നു? ശൂരസേന എന്ന് പറയുന്ന വസുദേവരുടെ അച്ഛൻ. അപ്പൊ വസുദേവരുടെ അച്ഛന്റെ മകളാണ് കുന്തി എന്ന് പറഞ്ഞാൽ വസുദേവരും കുന്തി ദേവിയും സിസ്റ്ററും ബ്രദറുമാണ്. പക്ഷേ ശൂരസേനന്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു കുന്തി ഭോജ എന്ന് പറഞ്ഞ രാജാവ്. അപ്പൊ കുന്തി ഭോജന് മക്കളൊന്നും ഇല്ലാത്ത കാരണം കുന്തി ദേവി ഉണ്ടായപ്പോ കുന്തി ദേവിയെ കുന്തി ഭോജയ്ക്ക് കൊടുത്തു. കുന്തി ഭോജയുടെ പേര്, കുഞ്ഞിലത്തെ പേര് പൃഥു എന്നായിരുന്നു. അപ്പൊ പൃഥുവിനെ കുന്തി ഭോജയ്ക്ക് കൊടുത്ത കാരണമാണ് കുന്തി എന്നുള്ള പേര് വന്നത്. കുന്തി പ്രോവിൻസില് വളർന്നത് കാരണം കുന്തി എന്നുള്ള പേര് വന്നു. പിന്നെ ഈ കുന്തിക്ക് ശരിക്കും 3 മക്കളെ ഉള്ളൂ. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. ഞാൻ ആ കഥയും പറഞ്ഞു തന്നു അല്ലെ. മാധുരി എന്ന് പറഞ്ഞ പാണ്ഡുവിന്റെ 2ാമത്തെ ഭാര്യയുടെയാണ് നകുലനും സഹദേവനും. അപ്പം പാണ്ഡു മരിച്ചപ്പം പാണ്ഡുവിന്റെ ഫ്യൂണറൽ പയറില് മാധുരി വീണ് മരിക്കും. എന്നിട്ട് കുന്തി ദേവി ഈ 5 പേരെയും വളർത്തും. അവരെ ഹസ്തിനപുരത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ധൃതരാഷ്ട്രരുടെ കീഴില് അവര് വളരും. ഇനിയുള്ളത് ശൈബ്യ എന്ന് പറയുന്ന രാജാവ് ശരിക്കും ശിബി രാജാവിന്റെ ഒരു ഡിസെൻഡന്റ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ ആ ഒരു കുലത്തിൽപ്പെട്ടതാണ്. ശിബി രാജാവിന്റെ കുലത്തിൽപ്പെട്ട. ശിബി ആരായിരുന്നു? ഒരു വലിയ ഫേമസ് രാജാവായിരുന്നു അല്ലെ. ഭയങ്കര ജനറസ് ആയിരുന്നു. അത് ഒരു പ്രാവ് വരും, എന്നിട്ട് അതിന്റെ വെയിറ്റിലുള്ള മാംസം കൊടുക്കാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ ഉള്ള കഥ അറിയാമല്ലോ അല്ലെ. അത് എനിക്ക് ഫുൾ പറയാൻ അറിയില്ല. ഒരു പ്രാവിനെ എന്നിട്ട് വെയിങ് മെഷീനിൽ വെച്ചിട്ട് പ്രാവിന്റെയും ഈ ശിബിയുടെ തന്നെ
തൊടേന്ന് മാംസം വെട്ടി വെച്ച് ഒടുക്കം ശിബി മുഴുവനോടെ വെച്ചാലേ ഈ പ്രാവിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അങ്ങനെ അത് ഭഗവാൻ എന്തോ ടെസ്റ്റ് ചെയ്തതാണ് ഈ ശിബിയെ എത്രമാത്രം ജനറസ് ആണ് എന്നറിയാൻ വേണ്ടി. അങ്ങനെ ശൈബ്യനും പാണ്ഡവരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്തത്. എന്നിട്ട് ശൈബ്യനെ കുറിച്ച് പറയുന്നത് എന്താ? നരപുങ്കവാഹ. ഇവിടെ രണ്ട് ഇത് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പുരിജിത്ത്, ദൃഷ്ടകേതു, ശേകിതാന, കാശിരാജശ്ച വീര്യവാൻ. വീര്യവാൻ എന്നുള്ളൊരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നു. പിന്നെയുള്ള പുരുജിത്, കുന്തിഭോജശ്ച, ശൈബ്യശ്ച, നരപുങ്കവഹ എന്ന്. അങ്ങനെ രണ്ട് ഇതാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നു ഈ പാണ്ഡവരെ സംബോധന ചെയ്യാൻ. ഒന്ന് വീര്യവാനാണ്, ആ രാജാക്കന്മാരെല്ലാം വീര്യവാന്മാരാണ്. പിന്നെ ശൈബ്യനെ കുറിച്ച് പറയുമ്പം നരപുങ്കവനാണ് എന്ന് പറയുന്നു. പുങ്കവ എന്ന് വെച്ചാല് അത് സാൻസ്ക്രിറ്റ് വേർഡാണ്. അതിന്റെ അർത്ഥം കാള എന്നാണ്. ബുൾ, കാള എന്നുള്ള അർത്ഥമാണ്. അപ്പം കാള ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് വെച്ചിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളിൽ വെച്ച് ടൈഗർ അല്ലെങ്കിൽ ലയൺ ആണ് ഏറ്റവും എന്താ പവർഫുൾ എന്ന് പറയും അല്ലെ. ലയണ്, ടൈഗർ, എലിഫന്റ് ഒക്കെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽ എന്ന് പറയും. അത് വന്യമൃഗങ്ങളിൽ വെച്ച്. എന്നാൽ വീട്ടു വളർത്തുന്ന മൃഗങ്ങളിൽ വെച്ച് ആ സ്ഥാനം ഭയങ്കര സ്ട്രോങ് എന്ന് പറയുന്നത് കാളകളെയാണ്. പശുവിനെയും കാളയും നമ്മൾ ഒരു ഫാമിലി തന്നെ പെട്ടതാണല്ലോ. അപ്പം അതിനെ വളരെ റെവറൻഷ്യൽ ആയിട്ടാണ് നമ്മൾ, വളരെ ആദരവോട് കൂടിയാണ് അല്ലെ പശുക്കളെയും കാളകളെയും നമ്മൾ വളർത്തുന്നത്. അപ്പം വളരെ സ്ട്രോങ്ങുമാണ് ഈ ബുള്ള്. അതുകൊണ്ടാണ് നരപുങ്കവ. നര എന്ന് വെച്ചാൽ മനുഷ്യൻ. അപ്പം മനുഷ്യരിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള്, ഓ ബുൾ എമംഗ് മെൻ എന്നുള്ള അർത്ഥമാണ്. അത്രയും സ്ട്രോങ് ആണ് ഈ ശൈബ്യൻ എന്ന് പറയാണ്. അപ്പൊ ദുര്യോധനൻ ഇതുപോലെ അപ്പുറത്തെ എതിര് സൈന്യത്തിലെ ഏറ്റവും ശക്തിശാലികളായ വാറിയേഴ്സിനെ കുറിച്ച്, യോദ്ധാക്കളെ കുറിച്ച് പറയുന്നു. എന്തിനാണ്? ദ്രോണരെയും ബാക്കിയുള്ള സൈന്യരെയും, സ്വന്തം സൈന്യത്തിലുള്ള യോദ്ധാക്കളോടും പറയാണ്, നിങ്ങള് വളരെ ശ്രദ്ധിച്ച് വേണം ഇവരോട് ഫൈറ്റ് ചെയ്യാന്. അവര് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകള് ഉണ്ട് ആ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഇനിയും എന്താണ്? ഹരേ കൃഷ്ണ മാതാജി. പറയും. 5 പേരുടെ അച്ചോണിലെ 5 പേരുടെ പറഞ്ഞിട്ടുള്ളൂ. ശിഖണ്ഡി വരെ പറഞ്ഞുള്ളൂ. 6ഉം 7ഉം പറഞ്ഞില്ലേ മാതാജി? സൈനികരാണോ? അതിന്റെ ലീഡറെ ദ്രുപദരും സേനാപതികൾ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ചേകിതാന, അത് പറഞ്ഞു. ദ്രുപദ, വിരാടൻ, ഭീമൻ, ശിഖണ്ഡി അല്ലേ? പക്ഷെ 6ഉം 7ഉം പറഞ്ഞില്ല. 7 പേരാണ് ശരിക്കും. പിന്നെ ഒന്ന് ദൃഷ്ടദ്യുമ്നൻ, 6ാമത്തെ. ചേകിതാന, ദ്രുപദ, വിരാട, ഭീമ, ശിഖണ്ഡി, സാത്യകി ആൻഡ് ദൃഷ്ടദ്യുമ്ന. സാത്യകി ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. സാത്യകിയുടെ വേറെ പേരാണ് ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്ന യുയുധാന. യുയുധാനയുടെ വേറെ പേരാണ് സാത്യകി. അപ്പൊ ഇവര് 7 പേരാണ് 7 അക്ഷൗഹിണിയിലെ സേനാപതികൾ. എന്നിട്ട് ഓവറോൾ ഈ 7 സൈന്യങ്ങളെ നോക്കുന്ന ആളാണ് ദൃഷ്ടദ്യുമ്നൻ. അപ്പം ഓവറോൾ സൈന്യത്തിന്റെ നേതാവ് ദൃഷ്ടദ്യുമ്നൻ. ഒരു അക്ഷൗഹിണിയും ദൃഷ്ടദ്യുമ്നൻ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 6 അക്ഷൗഹിണി ഈ 6 പേരായിരുന്നു. ശരിയായില്ലേ? ശരിയായി. ഇനി എന്താണ് പറയാനുള്ളത് നോക്കട്ടെ.
ഈ പ്രഭുപാദ ശിശുപാലന്റെ ഇത് ഭാഗവതത്തിൽ വരുമ്പം പ്രഭുപാദ അതിൻ്റെ അകത്ത് പറയും, ശിശുപാലൻ എനിമിയായിട്ടാണ്, കൃഷ്ണന്റെ എനിമിയാണെങ്കിലും ഏത് സമയവും കൃഷ്ണനെ കുറിച്ച് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. എനിമിറ്റിയോടെ, ശത്രുതയോടെ കൃഷ്ണനെ എപ്പോഴും ആലോചിക്കുമായിരുന്നു. അപ്പൊ ഏത് തരത്തിൽ നമ്മൾ കൃഷ്ണനെ വിചാരിച്ചാലും, 24 മണിക്കൂറും നമ്മൾ ഏത് തരത്തിൽ ഭഗവാനെ വിചാരിച്ചാലും അത് നമ്മൾക്ക് ബെനിഫിഷ്യലാണ്. അതുകൊണ്ടാണ് ശിശുപാലന് സായുജ്യ മുക്തി കിട്ടിയത്. അതുകൊണ്ട് എനിമി ആയാലും, അതുപോലെ തന്നെ കംസന് ഈ കുന്തി ദേവിയെ വസുദേവര് കല്യാണം കഴിച്ചപ്പോഴ് അവരുടെ ചാരിയറ്റ്, അവരുടെ രഥം ഓടിച്ചത് കംസനായിരുന്നു. കംസന്റെ സിസ്റ്റർ, ശരിക്കും കസിൻ സിസ്റ്ററാണ്. അപ്പൊ കംസന്റെ സിസ്റ്ററാണ് കുന്തി ദേവി. അപ്പൊ കുന്തി ദേവിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുന്തിയെയും വസുദേവരെയും കല്യാണം കഴിച്ചപ്പം അവരെ വസുദേവരുടെ വീട്ടില് ചാരിയറ്റില് രഥത്തിൽ കൊണ്ടുവന്നത് കംസനായിരുന്നു. അപ്പൊ വഴിക്ക് വെച്ച് ഒരു അശരീരി കേൾക്കും, നീ കൊണ്ടുവന്ന കുന്തിയുടെ 8ാമത്തെ മകന് നിന്നെ കൊല്ലും എന്ന് പറയും. അപ്പോഴത്തേക്കും കംസന് ഭയങ്കര ദേഷ്യം വന്നിട്ട് കുന്തി ദേവിയുടെ തലമുടി കയറി വലിച്ച് കൊല്ലാൻ തുടങ്ങും. അപ്പൊ വസുദേവര് പറയും, ഞങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ടുതരാം, അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുതരാം എന്ന് പറയും. അങ്ങനെയാണ് അവരെ റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആദ്യത്തെ കുഞ്ഞിനെ ഉണ്ടായ ഉടനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അപ്പൊ കംസന് കഷ്ടം തോന്നും. എന്നിട്ട് പറയും, 8ാമത്തെ കുഞ്ഞല്ലേ എന്നെ കൊല്ലാനുള്ളത്, നീ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാൻ പറയും. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് അപ്പൊ തന്നെ ഈ കംസന്റെ ആൾക്കാർ എല്ലാം പറയും, അങ്ങനെ ചെയ്തത് മണ്ടത്തരമായി, നമുക്കറിയില്ലല്ലോ ഏത് കുഞ്ഞാണെന്ന്. ഈ അശരീരി പറയുന്ന ശരിയാവണം എന്നില്ലല്ലോ. അപ്പം 8 പറയുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ കുഞ്ഞു തന്നെ ആണെങ്കിലോ കൊല്ലുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് ആ കുഞ്ഞിനെ കൊല്ലും. എന്നിട്ട് പിടിച്ച് ജയിലിലിടും. വസുദേവരെയും കുന്തിയെയും പിടിച്ച് ജയിലിലിടും. എന്നിട്ട് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞിനെ കൊന്നുകൊണ്ടിരുന്നു. അപ്പം അതെന്തിനാ ഞാൻ അപ്പൊ കംസനും ഇതുപോലെയായിരുന്നു. ആ അശരീരി കേട്ട നിമിഷം തൊട്ട് കൃഷ്ണ 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 എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ കംസന്. അതുകൊണ്ട് കംസനും സായുജ്യം കിട്ടി. ഇപ്പൊ 5 തരത്തിലുള്ള സായുജ്യങ്ങളുണ്ട്, മുക്തികളുണ്ട്. 5 മുക്തികളുണ്ട്. ഏതൊക്കെയാണ് 5 മുക്തികളെന്ന് പറയാം. സായുജ്യമുക്തി എന്ന് പറയുന്നത് നമ്മള് ബ്രഹ്മജ്യോതിസിൽ നമ്മൾ അലിഞ്ഞു പോകുന്നതാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് സാലോക്യ മുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ലോകത്ത് നമ്മൾക്ക് ജീവിക്കാനുള്ള, മരിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടുമ്പോൾ നമ്മള് സോറി ശരിയാണ്, കുന്തി ദേവി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ശരിക്കും ദേവകിയാണ്. ദേവകിയും വസുദേവരും, എനിക്ക് തെറ്റുപറ്റിയത്. കുന്തി ദേവി ആരാണ്? കുന്തി ദേവി നമ്മൾ പറഞ്ഞു വസുദേവരുടെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞു അല്ലെ. ദേവകിയുടെ ഭർത്താവാണ് വസുദേവര്. ദേവകിയുടെ ബ്രദറായിട്ട് വരും കംസൻ. എന്നിട്ട് ദേവകിയെയും വസുദേവരെയുമാണ് പിടിച്ച് ജയിലിലിടുകയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതുമൊക്കെ. കൃഷ്ണന്റെ അമ്മ ദേവകിയാണ്, കുന്തിയല്ല. കുന്തി ആരുടെയാണ്? പാണ്ഡവരുടെ അമ്മയാണ്. ചിലപ്പോ എനിക്ക് തെറ്റുന്നു. താങ്ക് യു എനിക്ക് പറഞ്ഞു തന്നെ മീര ഗോപൻ. ഹരേ കൃഷ്ണ. അപ്പൊ സാലോക്യ മുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വന്തം ലോകത്ത്, ഭഗവാന്റെ ലോകത്ത് പോയി ജീവിക്കാനുള്ള മുക്തി കിട്ടുന്നു. പിന്നെ ഒന്ന് സാർഷ്ടി എന്ന് പറയും. സാർഷ്ടി എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഭഗവാന്റെ എല്ലാ ഓപ്പുലൻസസും ഐശ്വര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും. മുക്തി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൈഫിൽ നമുക്ക് എല്ലാ ഓപ്പുലൻസും കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ബലി മഹാരാജ്. ബലി മഹാരാജ് എവിടെയാ പോയത്? പാതാളത്തല്ല പോയത്, സുതല പ്ലാനറ്റില്
അപ്പൊ സുതല പ്ലാനറ്റ് എന്ന് പറയുന്ന ഭയങ്കര ഓപ്പുലന്റ്, ഭയങ്കര ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു പ്ലാനറ്റ് ആണ്. എന്നിട്ട് ഭഗവാന് വരം കൊടുക്കും, ഞാന് അവിടെ നിനക്ക് ഗാർഡായിട്ട് നിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ തന്നെ, വിഷ്ണു ഭഗവാൻ അവിടെ ഗാർഡായിട്ട് നിൽക്കും ബലി മഹാരാജിന്. അപ്പൊ ആ സുതല എന്ന് പറയുന്ന പ്ലാനറ്റ് അത്രയും ഓപ്പുലന്റ് ആണ്. അപ്പൊ ഭഗവാന്റെ തന്നെ ഐശ്വര്യങ്ങൾ നിറഞ്ഞ മുക്തിയാണ് സാഷ്ടി മുക്തി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സാരൂപ്യ. സാരൂപ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ രൂപം കിട്ടും. വിഷ്ണു ഭഗവാന്റെ 4 കൈകളുള്ള രൂപം. അപ്പം നമ്മൾ വിഷ്ണു ലോകത്ത് പോയ ബ്രഹ്മാവ് ഈ തപസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, 1000 വർഷങ്ങൾ തപസ് ചെയ്തിട്ട് വൈകുണ്ഠ ലോകം കാണാൻ പറ്റും ബ്രഹ്മാവിന്. അപ്പൊ അവിടെ നോക്കുമ്പോ എന്താ, എല്ലാവരും ഭഗവാനെ പോലെ തന്നെ 4 കൈകളും ഒക്കെ ഉള്ളതാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. അപ്പൊ ആ ഒരു രൂപം നമ്മൾക്ക് കിട്ടും ആ മുക്തി ലഭിച്ചാല്. പിന്നെയുള്ള സാമീപ്യ. സാമീപ്യ എന്ന് പറഞ്ഞാല് നമുക്ക് സാമീപ്യം, കൃഷ്ണന്റെ സാമീപ്യം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് ഭഗവാന്റെ അസോസിയേഷൻ കിട്ടും, നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റും. അതിന്റെ എക്സാമ്പിളാണ് അർജുനൻ. അർജുനൻ സാമീപ്യ മുക്തി കിട്ടിയ ആളാണ്. അപ്പൊ ഇത് 5 തരത്തിലുള്ള മുക്തി. ഇനി വേറൊരു സ്പെഷ്യൽ മുക്തിയുണ്ട്. ആ മുക്തിയാണ് വിമുക്തി എന്ന് പറയും. അത് ഭക്തർക്ക് കിട്ടുന്ന മുക്തിയാണ്. എന്നുവെച്ചാൽ ഈ 5 മുക്തിയെക്കാട്ടിലും വലുതാണ് വിമുക്തി എന്ന് പറയുന്ന ഒരു പൊസിഷൻ. ആ മുക്തി കിട്ടുമ്പം ഈ ഭക്തന്മാർക്ക് എവിടെ ആയാലും അവർക്ക് വിരോധമില്ല. അവർക്ക് തിരിച്ച് ഭൂമി തന്നെ അടുത്ത ജന്മം എന്ന് വെച്ചാലും അവർക്ക് അതിലൊരു കംപ്ലൈന്റും ഇല്ല. അവർക്ക് പാതാളത്തിൽ പോകണം എന്ന് പറഞ്ഞാലും അവർക്ക് കംപ്ലൈന്റ് ഇല്ല. അവർക്ക് ആകെ വേണ്ട എന്താ, ഭക്തി വേണം, ഭഗവാനോട് പ്രേമഭക്തി വേണം എന്നുള്ളതാണ് അവരുടെ ആകെ ഉള്ള ഒരു ലക്ഷ്യം. അപ്പൊ അങ്ങനെ നമുക്ക് വിമുക്തി കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഏത് തരത്തിലുള്ള മുക്തിയാണെങ്കിലും നമുക്ക് പ്രേമഭക്തി ഉണ്ടാവും ആ മുക്തി കിട്ടുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് ഈ 5 തരം 6ാമത്തെ മുക്തി. പിന്നെ വില്വമംഗല ഠാക്കൂർ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മുക്തി ഭക്തി നമ്മൾക്ക് ഭഗവാനോട് വരുമ്പം മുക്തി ദേവി നമ്മളുടെ അടുത്ത് വന്ന് കൈ കൂപ്പി നിൽക്കും, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കും. ഭക്തന്മാർക്ക് അത് വേണ്ട, മുക്തിയെ വേണ്ട. ഈ 5 തരത്തിലുള്ള മുക്തിയും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താന്ന് വെച്ചാൽ മുക്തിയെക്കാട്ടിലും വലുതാണ് ഭഗവാനോടുള്ള പ്രേമഭക്തി. അപ്പൊ അവർക്ക് എപ്പോഴും വേണ്ട ഭഗവാനെ സെർവ് ചെയ്യുക, ഭഗവാനെ ഭക്തിയോടെ ഭഗവാനെ സെർവ് ചെയ്യുക. അത് എവിടെയായാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അത് സെയിം ലോകത്ത് വേണമെന്നോ സെയിം രൂപത്തിൽ വേണമെന്നോ അങ്ങനെയൊന്നും അവർക്കില്ല. അതാണ് മുക്തിയുടെ കാര്യം. ഇനി എന്തുണ്ട്, ഞാൻ പറഞ്ഞു 5 ജനറേഷൻ വോർ ചെയ്തു എന്ന്, അല്ലെ? അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്, നമ്മൾ ഏത് സമയം ഈ ശിശുപാലനും കംസനും ഒക്കെ എന്മിറ്റിയോടെ ഭഗവാനെ കണ്ടു, അല്ലെ? എന്നിട്ടും അവർക്ക് മുക്തി കിട്ടി. അപ്പൊ ഭക്തന്മാരെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ രൂപഗോസ്വാമി ഈ നെക്ടർ ഓഫ് ഡിവോഷൻ, രസാമൃത സിന്ധു എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആനുകൂല്യസ്യ, ആർക്കെങ്കിലും അറിയാമോ ആ ശ്ലോകം? ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുകൂലമായിട്ട് വേണം ഭഗവാനെ ഭജിക്കാൻ. ഇൻസ്റ്റഡ് ഓഫ് ഈ പ്രതികൂലമായിട്ട് നമ്മൾ ചെയ്യല്ല. ഭഗവാന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം, അല്ലാത്തതെല്ലാം ഭഗവാന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതെല്ലാം വർജിക്കണം എന്ന് പറയുന്നു. എല്ലാ ഫേവറബിൾ ആയിട്ടുള്ള സംഗതികളെല്ലാം
നമ്മൾ കൃഷ്ണന് സെർവ് ചെയ്യാൻ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ നോക്കുമ്പം മിക്ക സംഗതികളും നമുക്ക് എന്ത് കിട്ടിയാലും അത് കൃഷ്ണന് എങ്ങനെ അത് കൃഷ്ണന് യൂസ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അത് കൃഷ്ണന് യൂസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് കളയണം. നമ്മളത് നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അത് യൂസ് ചെയ്യല്. നമ്മൾ എന്ത് കിട്ടിയാലും അത് കൃഷ്ണനെ എങ്ങനെ നമ്മൾക്ക് ആ സാധനം വെച്ച് സെർവ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന എന്താ, നമ്മൾ ഏത് സമയവും 24 മണിക്കൂറും കൃഷ്ണനെ ഓർത്തോണ്ടിരിക്കണം. അതെങ്ങനെ പോസിബിൾ ആണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ കൊച്ചു നമ്മള് അരമണിക്കൂർ വെച്ച്, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ഇതിടുമല്ലേ, എന്താ അലാറം വെക്കും മൊബൈലില്. അര മണിക്കൂർ വരുമ്പം അത് ബെല്ല് അടിക്കുമ്പം നമുക്കറിയാം വെള്ളം കുടിക്കാൻ സമയമായിരുന്നു. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഭഗവാനെ ചിന്തിക്കാൻ വേണ്ടി. എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഭഗവാനെ ഓർത്തോണ്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്കത് ഒടുക്കം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ നമ്മൾ ശ്വാസം വലിക്കുന്നത്? ഇല്ല അല്ലേ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭഗവാനെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സമയവും ഓർമ്മിക്കുന്ന പോലെ നമ്മളാക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നിടം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് ഒരു ഇതായിട്ട് നമ്മളിപ്പം തട്ടി വീഴാൻ പോവുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോർമലി നമ്മൾക്ക് വരുന്ന യോ അമ്മേ എന്ന് പറയും അല്ലേ, അമ്മേ എന്ന് പറയും. അതിന് പകരം നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞ് ശീലിക്കുക. എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് താഴെ വീണു, അപ്പോഴും നമ്മൾ കൃഷ്ണ എന്നും പറഞ്ഞെടുക്കാം. അല്ലെ ഹരേ കൃഷ്ണ എന്ന് പറയാം, അല്ലെ നാരായണ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾക്ക് എടുക്കാം. അങ്ങനെ നമ്മള് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്താല് നമ്മൾക്ക് പിന്നെ അത് ബ്രീതിങ് പോലെ നമുക്ക് ഈസി ആകും ഭഗവാനെ ഓർക്കാന്നുള്ളത്. ഞാന് അർജുനന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ക്ലാസ്സില്? ഇല്ലാന്ന് തോന്നുന്നു. പറഞ്ഞു തുടങ്ങുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. ഇപ്പം അർജുനനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? അർജുനനും കൃഷ്ണനും കൂടി ഒരു ദിവസം കൃഷ്ണന്റെ അവിടെ വരുമ്പോഴ് അർജുനന് ക്ഷീണമായിട്ട് ഗസ്റ്റ് റൂമിൽ പോയി കിടക്കും. അപ്പം രുക്മിണി ദേവി കൃഷ്ണന്റെ അടുക്കൽ ആഹാരം കഴിക്കാൻ വരൂ എന്ന് പറയും അർജുനൻ എണീക്കട്ടെ എന്നിട്ട് വരാമെന്ന് പറയും. അപ്പൊ രുക്മിണി ദേവി അർജുനനെ വിളിക്കാൻ വേണ്ടി പോകുമ്പം അർജുനന്റെ ഓരോ രോമത്തിൽ നിന്നും വരുന്നു കൃഷ്ണ 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 എന്നുള്ള പേര്. അപ്പൊ രുക്മിണി ദേവിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കൈ കൊട്ടാൻ തുടങ്ങും. അപ്പൊ കുറച്ചു കഴിയുമ്പം സത്യഭാമ ഇപ്പോഴും കൃഷ്ണൻ വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ അടുക്കൽ ചെല്ലുമ്പോ പറയും ഇങ്ങനെ അർജുനൻ എണീക്കട്ടെ എന്ന്. അപ്പൊ സത്യഭാമ ചെല്ലുമ്പം അവിടെ ഈ സീനാണ് കാണുന്നത്. അപ്പൊ സത്യഭാമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നാരദമുനി വരും. നാരദമുനി അവിടെ ചെന്ന് നോക്കുമ്പം ഇത് കാണുമ്പോ നാരദമുനി വീണ വായിക്കാൻ തുടങ്ങും. ഒടുക്കം കൃഷ്ണൻ ഇവരാരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പം ഇങ്ങനെ അർജുനന്റെ എല്ലാ സ്ഥലത്തുനിന്നും കൃഷ്ണ 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 എന്നുള്ള പേര് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കാലില് വന്നിരുന്ന് തിരുമാൻ തുടങ്ങും അർജുനന്റെ കാല്. അപ്പൊ അർജുനൻ ഞെട്ടി എണീക്കും. അപ്പൊ എന്താ എന്ന് പറയുമ്പം ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ സാരഥിയാകുന്നതും എല്ലാം. നീ അത്ര ഭക്തനാണ്, അതുകൊണ്ടാണ് നീ എന്റെയും വലിയ എനിക്കും നിന്നോട് ഇത്രയും സ്നേഹം, നീ ഇത്രയും എന്നെ സ്നേഹിക്കുന്ന കൊണ്ടാണ് എന്ന് പറയും. അപ്പൊ അതുപോലെ ഉറക്കത്തിൽ പോലും അർജുനന് ഇത് കൃഷ്ണനെ മാത്രമായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് നമുക്കും എത്തും. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം, വളരെ സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടിയാണ് നമ്മൾ ഈ നാമം ജപിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്ത് നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും, എന്തിന് നമ്മൾ ആരെങ്കിലും ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെന്തെങ്കിലും നമ്മളുടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആരറിയുന്നു? നമ്മൾക്ക് ജപിച്ചുകൊണ്ടിരിക്കുക.
അതാണ് പലരും പറയാറുണ്ട് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ല ഞാനിങ്ങനെ ചെയ്യുന്നത്, അത് കാരണം എനിക്ക് ഭക്തിയില് പറ്റില്ല എന്നൊക്കെ പറയും. ആരാ അറിയുന്നത്? നമ്മളിരുന്ന് ജപിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ ജപിക്കുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് പ്രതികൂല സിറ്റുവേഷനിലും നമുക്ക് ഭക്തി നടത്താൻ പറ്റും, ഏത് കണ്ടീഷൻ ഓഫ് ലൈഫിലും. അത്ര സിമ്പിൾ ആക്കി തന്നു ചൈതന്യ മഹാപ്രഭു, അല്ലെ? ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് വലിയ യജ്ഞങ്ങൾ ചെയ്യണ്ട, വലിയ തപസ്സുകൾ ചെയ്യണ്ട, അമ്പലത്തിൽ പോലും പോകണ്ട, നിങ്ങൾ മനസ്സിൽ ജപിച്ചോണ്ടിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത് ജപിച്ചാ മതി. നമുക്ക് ഷുവറാണ് ഈ കലികാലത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടും. എന്നിട്ട് തിരിച്ച് ഈ ജന്മം തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താൻ പറ്റും. നമുക്ക് ഇനിയൊരു ജന്മം വേണോ? ആർക്കാ വേണ്ടത്? ഇനി ഒരു ജന്മം വേണം എന്ന് തോന്നുന്നവരൊന്ന് കൈ പൊക്കിക്കേ. ആർക്കെങ്കിലും വേണോ ഒരു ജന്മം കൂടി? ഇപ്പൊ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എത്രയോ ലക്ഷം ഈ ലോകത്തുള്ള കൊറോണ വന്ന എല്ലാ കൊറോണകളെയും കൂടി നമ്മൾ അളന്നു നോക്കിയാൽ 1 ഗ്രാം വരും. ആ ഒരു കൊറോണയാണ് ഇത്രയും 1/3 ഓഫ് ദി പോപ്പുലേഷനെ കൊന്നത്. ഇതാ ഇപ്പൊ പിന്നെയും വന്നിരിക്കുക. ഇനി എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇനിയുള്ള ഒരു ജന്മം, നമ്മൾ ഈ ജന്മം കഴിഞ്ഞ് വേറൊരു ലൈഫ് എടുക്കുമ്പോഴത്തേക്ക് ഈ സിറ്റുവേഷൻ ഇനിയും വേഴ്സ് ആകും, അല്ലേ? കലിയുഗം ഇപ്പോഴൊന്നും തീരില്ല. 4,32,000 years ആണ് കലിയുഗം. അതില് 5,000 years കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇനി ഒരു ജന്മം എടുക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. അത് കാരണം നമ്മൾ വയസ്സാണെങ്കിൽ നമ്മൾ ഈ ജന്മം തന്നെ ഇവിടം വിട്ട് ഭഗവാന്റെ അടുക്ക തിരിച്ചെത്തണം. അവിടെയാണെങ്കിൽ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠം ഇല്ലാത്ത, കുണ്ഠം എന്ന് പറഞ്ഞാല് മിസറീസ്, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ മിസറീസ് ഇല്ലാത്ത ലോകം, അതാണ് വൈകുണ്ഠം. അതിനും അപ്പുറമാണ് കൃഷ്ണലോകം. ഗോലോക വൃന്ദാവൻ എന്ന് പറയുന്ന വൈകുണ്ഠത്തിനേക്കാളും മുകളിലാണ്. കുറേ വൈകുണ്ഠ പ്ലാനറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് 3/4 ഭൗതിക ലോകം എന്ന് പറയുന്ന 1/4 ഉള്ളൂ. അപ്പൊ ഇതിനെക്കാട്ടിലും വലിയ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എത്ര യൂണിവേഴ്സസ് ഉണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞു അല്ലേ, വിഷ്ണു ഭഗവാന് ശ്വാസം വിടുമ്പോഴ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പ്ലാനറ്റ്സ്, യൂണിവേഴ്സസ് ആണ് പുറത്തു വരുന്നത്. അത്ര ഈ മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് കൂടുന്നതാണ് ഭൗതിക ലോകം. അതിൻ്റെ 3 ഇരട്ടിയാണ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അതിലോട്ട് പോകാന്നല്ലേ നല്ലത്, ഈ ഇവിടെ ഇരുന്ന് നരകിക്കുന്നതിനെക്കാട്ടിലും, അല്ലെ? എത്ര മിസറീസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ജന്മം തന്നെ തിരിച്ചു പോണം. ഇപ്പൊ എനിക്ക് ഇത്രയും വയസ്സായി, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരീക്ഷിത് മഹാരാജിന് എത്ര ദിവസമാ കിട്ടിയ? 7 ദിവസം, അല്ലെ? 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജ് ഭാഗവതം കേട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നു. അതുപോലെ വേറെ ഒരു ഇതുണ്ട്. ആരാണ്? ഖഡ്ഗംഗ എന്നാണോ? മറന്നു പോകുന്നു പേരുകളെല്ലാം. ഒരു രാജാവുണ്ട്. ആ രാജാവ് ദേവലോകത്ത് അസുരന്മാര് ഫൈറ്റ് ചെയ്ത് ദേവന്മാരെ ഫൈറ്റ് ചെയ്തപ്പോ ദേവന്മാര് കഡ്വാങ്ക രാജാവിന്റെ അടുക്ക പറയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്ന്. അപ്പൊ കഡ്വാങ്ക മഹാരാജ് ഫൈറ്റ് ചെയ്ത് അസുരന്മാരെ തോൽപ്പിച്ചു. അപ്പൊ ദേവന്മാര് പറയും എന്ത് വരം വേണം എന്ന് ചോദിക്കും. അപ്പം കഡ്വാങ്ക ചോദിക്കും എനിക്ക് എത്ര ആയുസിന് ബാക്കിയുണ്ട്, അത് അനുസരിച്ച് ഞാൻ പറയാമെന്ന് പറയും. അപ്പൊ പറയും ഇനി 1 നിമിഷമേ ഉള്ളെന്ന് പറയും. എന്ന് വെച്ചാൽ ദേവലോകത്തിലെ 1 നിമിഷം, ദാറ്റ് ഈസ് ഇക്വലൻ ടു ഇങ്ങനെയാണ്, 1 ഡേ ഓഫ് ദേവലോകം എന്ന് പറയുന്ന ഈസ് ഇക്വലൻ ടു 6 months ഓഫ് എർത്ത്. അപ്പം 6 മാസം, അത് 1 ഡേ. അപ്പൊ 1 നൈറ്റും കൂടി ആകുമ്പം 12 months. അപ്പൊ അവിടുത്തെ 1 ദിവസം എന്ന് പറയുന്നത് ഇവിടെ
ഒരു വർഷമാണ്. അപ്പൊ പറയും ഒരു നിമിഷമേ ഉള്ളെന്ന് പറയുമ്പം ഖഡ്വാങ്ക എന്ത് വിചാരിക്കും? തിരിച്ച് ഭൂമിയിൽ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് മുക്തി കിട്ടിയതാണ് ഖഡ്വാങ്ക മഹാരാജിന്. പിന്നെ ധ്രുവ മഹാരാജിന്റെ കഥ നമുക്കറിയാം അല്ലെ. 6 മാസം കൊണ്ട്, 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, വനത്തിൽ പോയി 6 മാസം തപസ്സിരുന്നപ്പോഴത്തേക്കും ഭഗവാന് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് 36,000 ഇയേഴ്സ് ഇനി ഭരിച്ചിട്ട് നീ തിരിച്ചു വരാൻ പറയും. എന്നിട്ട് ഒരു ധ്രുവലോകം എന്ന് പറഞ്ഞ ഒരു ധ്രുവലോകം വരെയും സൃഷ്ടിച്ചു ഭഗവാന്. ഈ ധ്രുവന് ശരിക്കും ഒരു മോഹം വെച്ചോണ്ടാണ് ചെന്നത്. എന്തായിരുന്നു? ഒരു ഭൗതിക മോഹമായിരുന്നു ധ്രുപദനുണ്ടായിരുന്നത്, ഒരു കൊച്ചുകുട്ടിക്ക്. എന്താന്ന് വെച്ചാൽ ആ അച്ഛൻ രാജാവാണ് ഉത്താനപാത മഹാരാജാവിന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടി പോയി 5 വയസ്സായ കുഞ്ഞ്. അപ്പം ആ സ്റ്റെപ്പ് മദർ പറയും, നീ എൻ്റെ വയറ്റിൽ ജനിക്കാത്ത കൊണ്ട് നിനക്ക് നിന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയും. നീ അടുത്ത ജന്മം എൻ്റെ വയറ്റിൽ ജനിക്കാൻ പ്രാർത്ഥിക്ക്, അപ്പോഴേ നിനക്ക് അങ്ങനത്തെ ഉള്ള ഭാഗ്യം കിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അത് കരഞ്ഞോണ്ട് പോയി സ്വന്തം അമ്മയുടെ അടുക്ക ചെന്ന് ചോദിക്കും. അത് സുനീതി. മറ്റേത് സ്റ്റെപ്പ് മദർ സുരുചി അല്ലെ, സുരുചി. അപ്പൊ സുനീതിയുടെ അടുക്ക ചെന്ന് പറയും, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പൊ എനിക്ക് എൻ്റെ അച്ഛനേക്കാളും വലിയൊരു സിംഹാസനം വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പൊ പറയും, അതിന് ഭഗവാനെ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയുണ്ട് ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ പറയും, വനത്തിലാണെന്ന് പറയും. അങ്ങനെ ആ കൊച്ചുകുട്ടി വനത്തിൽ പോയി തപസ് ചെയ്ത 6 മാസത്തിന്റെ അകം ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അങ്ങനെ അപ്പം ധ്രുവ മഹാരാജ, ധ്രുവ എന്നല്ലേ ഞാൻ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെ, ചിലപ്പോ എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട്. ധ്രുവ മഹാരാജ്. അപ്പൊ ധ്രുവ മഹാരാജ് ധ്രുവ അപ്പം പറയും, എനിക്ക് നാണക്കേട് തോന്നുന്നു, ഞാൻ ഈ കുപ്പിച്ചിലിന് വേണ്ടിയാണല്ലോ വന്ന് പ്രാർത്ഥിച്ചത്, ഇത്രയും വലിയ രത്നം എനിക്ക് കിട്ടാൻ പറ്റുമ്പോൾ ഞാൻ വെറും കുപ്പിച്ചിലിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, ഇതിന് തുടങ്ങിയല്ലോ പ്രാർത്ഥിക്കാനെന്ന് പറയും. അപ്പം എന്നാലും ഭഗവാന് ധ്രുവന് ഇത് ആഗ്രഹിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് ഉത്താനപാത എംപറർ ഓഫ് ദ ഹോൾ വേൾഡ് ആണ്. ഉത്താനപാത എന്ന് പറയുന്നത് സ്വയംഭുവ മനുവിന്റെ മകനാണ്. സ്വയംഭുവ മനു എന്ന് പറയുന്ന മനുവാണ്, ഒരു മനുവാണ്. അപ്പൊ ഈ യൂണിവേഴ്സിന്റെ തന്നെ രാജാവാണ്. അപ്പൊ അതിനേക്കാളും വലിയൊരു രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് സൃഷ്ടിച്ചു ഒരു രാജ്യം, അതാണ് ധ്രുവലോകം. എന്നിട്ട് ആ ധ്രുവലോകത്തില് വിടും. ഇവിടെ തന്നെ ഉത്താനപാത റിട്ടയർ ചെയ്യുമ്പം ഉത്താനപാതയുടെ രാജ്യം 36,000 ഇയേഴ്സ് ഭരിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ധ്രുവലോകത്ത് പോകും. അതാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം. നമ്മള് എത്ര വയസ്സായെങ്കിലും നമ്മൾ വിചാരിക്കണ്ട, ഓ ഈ ജന്മം പോയല്ലോ, കഷ്ടമായി പോയി, എനിക്ക് കൊച്ചിലേ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. പക്ഷെ ആ അർജൻസി തോന്നണം. എനിക്ക് കുറച്ച് കാലമേ ഉള്ളൂ എന്നുള്ള ആ ഒരു അർജൻസി നമുക്ക് തോന്നിയാല് നമുക്ക് വേഗം തിരിച്ച് എത്താൻ പറ്റും. ഇനി ഒരു കഥയുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല, ഇപ്പൊ തന്നെ 12:09. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചസ്നി എന്ന് പറഞ്ഞൊരു മാതാജി ഇന്ന് പുറപ്പെടുകയാണ് ഇന്ത്യയിലേക്ക്. ഒരു ബഹ്റൈനിലോ ദോഹയിലോ ആണ്, ഖത്തറിലാണെന്ന് എൻ്റെ ഓർമ്മ. ഖത്തറിൽ നിന്ന് ഇന്ന് ഇന്ത്യയിൽ വരുന്നു. എന്നിട്ട് കുറച്ച് ദിവസമേ ഇവിടെ ഉള്ളൂ. അപ്പൊ കുറെ അമ്പലങ്ങളും ഒക്കെ കറങ്ങണം. അങ്ങനെ കുറെ പ്ലാൻസുമായിട്ടാണല്ലോ നമ്മൾ എപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കുറെ പ്ലാൻസ് കാണും ചെയ്യാന്. അതെല്ലാം പകുതി നടക്കും, പകുതി നടക്കാതെ നമ്മൾ തിരിച്ചു പോകും. അപ്പൊ നമ്മൾക്ക് അവർക്ക് വേണ്ടി 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് അവര് ഉദ്ദേശിക്കുന്ന എല്ലാം നടക്കട്ടെ ഭംഗിയായിട്ട് എന്ന് പറയാൻ വേണ്ടി എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് 3 തവണ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം, അവരുടെ വെൽഫെയറിന് വേണ്ടി.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എല്ലാവരും ജപിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പറയാം, നമ്മൾക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ അവസാനിക്കുമ്പോൾ 3 തവണ എല്ലാവരുടെയും സൗഖ്യത്തിനും എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടി അവർക്ക് എപ്പോഴും കൃഷ്ണാവബോധം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ. വത്സല മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവരിൽ 8 പേര് അവശേഷിക്കുന്നു. അതിൽ 5 പേര് പഞ്ചപാണ്ഡവർ, ബാക്കി 3 പേര്. ഒന്ന് കൃഷ്ണനാണ് പാണ്ഡവരില് എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ സൈന്യത്തിൽ കൂടെ ആയിരുന്നല്ലോ കൃഷ്ണൻ, അല്ലെ? അപ്പൊ ഒന്ന് കൃഷ്ണന്, പിന്നെ ആരാന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പം ഞാന് കുറച്ചൊക്കെ മറക്കും കേട്ടോ, ഞാന് എഴുതി വെക്കും. അത് കാരണം ഇതുപോലെ പെട്ടെന്ന് പറയാൻ എളുപ്പത്തിന് വേണ്ടി. പക്ഷെ അത് കുനുകുനാന്ന് എഴുതിയിരിക്കുന്ന കാരണം അതും കണ്ടുപിടിക്കാൻ പറ്റില്ല. നാളെ മതി മാതാജി. നാളെ ഞാൻ ഈ ഇതിലെഴുതി തരാമേ. പിന്നെ മറ്റേ കൗരവരിൽ 4 പേരായിരുന്നു. കൗരവരില് അത് 4 പേരിലും ധൃതരാഷ്ട്രമുണ്ടല്ലേ? അല്ല, ധൃതരാഷ്ട്ര വോറില് പങ്കെടുത്തില്ല. വോറിൽ പങ്കെടുത്തവരുടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതില് 4 പേര്. ഒന്ന് അശ്വത്ഥാമാവ്, ഒന്ന് കൃതവർമ്മ, ഒന്ന് കൃപാചാര്യ, ഒന്ന് കൃതവർമ്മ, ഒന്ന് കൃപാചാര്യ, ഒന്ന് അശ്വത്ഥാമ, പിന്നെ ഒന്ന് എന്താ ധൃതരാഷ്ട്രർക്ക് ഒരു മെയ്ഡ് സെർവന്റിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞുണ്ട്. അതിന്റെ പേര് ആരാണ്? അത് തന്നെ, യുയുത്സു. അവര് 4 പേര്. പിന്നെ മറ്റേ 8 പേരില് 5 പാണ്ഡവര്, കൃഷ്ണനാറ്, പിന്നെ ഇനി 2 പേരും കൂടെ വേണം അല്ലേ? അതെനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതില് വാട്സാപ്പിൽ ഇട്ട് തരാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാനും പാടാണ്. കുനുകുനാന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അമ്മേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി അല്ലേ? അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ അമ്മ? ഹരേ കൃഷ്ണ. സുഖമായിട്ട് കേട്ടു. മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കഥ കേൾക്കാൻ വലിയ ഇഷ്ടം അമ്മയ്ക്ക്. കഥ കേൾക്കാനാ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ ഹരേ. ഇപ്പൊ ശരി, ഞാൻ എൻഡ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ.